രാജ്യത്തിന്റെ ജനാധിപത്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ അതിന് സാധിക്കുന്ന ഏക പ്രസ്ഥാനം ഐക്യജനാധിപത്യ മുന്നണിയാണ് എന്ന് ഈ പൊതുസമൂഹത്തെ അറിയിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ಈ ದೇಶವು ಇಡೀ ಪರಿವರ್ತನೆ ಮಾಡ್ತದೆ. ಈ ದೇಶವು ಇಡೀ ಜಾತ್ಯತೀತವಾದ ಮಾಡ್ತದೆ. കേരളത്തിലെ ലക്ഷോപലക്ഷം യുവാക്കൾക്ക് വേണ്ടി യുവതികൾക്ക് വേണ്ടിയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ പദയാത്ര സംഘടിപ്പിച്ചത് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. UDF അധികാരത്തിൽ വന്നാൽ ആദ്യമായി ഞങ്ങൾ ഏറ്റെടുക്കുന്നത് കാസർഗോട്ടെ മെഡിക്കൽ കോളേജ് ആയിരിക്കുമെന്നാണ്. പദയാത്രയിൽ പതിയെടുത്ത പഞ്ചായത്ത് കമ്മിറ്റി സമാപന സമ്മേളനത്തിൽ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് 1000 കാസർഗോഡ് നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. അടരാടിയ ആവേശം അടിവെച്ച് അടിയുറച്ച് പട നയിച്ച് പട ജയിച്ച് പട പൊരുതി പോരാടി അടരാടിയ ആവേശം. സിന്ദാബാദ് ലീഗ് സിന്ദാബാദ്, സിന്ദാബാദ് ലീഗ് സിന്ദാബാദ്, സിന്ദാബാദ് 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 സിന്ദാബാദ്. അടിവെച്ച് അടിയുറച്ച് പട നയിച്ച് പട ജയിച്ച് പട പൊരുതി പോരാടി അടരാടിയ ആവേശം. അടിവെച്ച് അടിയുറച്ച് പട നയിച്ച് പട ജയിച്ച് പട പൊരുതി പോരാടി അടരാടിയ ആവേശം. സിന്ദാബാദ് ലീഗ് സിന്ദാബാദ്. വരവായി സാഹിബ് സിന്ദാബാദ്. പച്ചക്കോടി പിടിച്ച് പോരാടും സാഹിബ് സിന്ദാബാദ്. പോരിനായി വന്നവന്റെ പേരാണ് സാഹിബ് സിന്ദാബാദ്. കരഞ്ഞുകൊണ്ട് കണ്ണുകൾക്ക് കുളിരായി സാഹിബ്. കൊടി വിളിച്ച് ജയ് വിളിച്ച് വരവായി സാഹിബ്. പച്ചക്കോടി പിടിച്ച് പോരാടും സാഹിബ്. പോരിനായി വന്നവന്റെ പേരാണ് സാഹിബ്. കാറ്റിൽ വീശിയാടി വാനിൽ പോരിശയായെന്നും പച്ചക്കൊടി ആടിയാടിയാടി തീരം തേടി നാട്ടിൻ
മക്കൾ സദാ 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 നേരം മുന്നിലായി. സിന്ദാബാദ് ലീഗ് സിന്ദാബാദ്, സിന്ദാബാദ് ലീഗ് സിന്ദാബാദ്, സിന്ദാബാദ് 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 സിന്ദാബാദ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد تامة كما باركت على عبادك الصالحين. اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا. يا من الأموات إنك مجيب الدعوات يا قاضي الحاجات. ബഹുമാനപ്പെട്ട വേദിയിൽ സന്നിധരായ നേതാക്കന്മാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികൾ, കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെ കുറ്റപത്രവുമായി കാസർഗോഡ് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കൂടി ഈ വരുന്ന 9-ാം തീയതി ഇന്ന് മുതൽ 13-ാം തീയതി വരെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ കാൽനട യാത്ര ആരംഭിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ ദുർഭരണത്തിനെതിരെയും കേരളത്തിൻ്റെ നെറികെട്ട ഭരണത്തിനെതിരെയുമാണ് മുസ്ലിം യൂത്ത് ലീഗ് കുറ്റപത്രവുമായി ഇറങ്ങിച്ചെന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ വരുന്ന 6-ാം തീയതി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനാധിപത്യ മതേതര വിശ്വാസികൾ കാത്തിരിക്കുകയാണ്. കേരള സർക്കാർ ഈ 5 വർഷം ചെയ്ത ദുർഭരണത്തിനെ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, പല ആളുകളും ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ CPM പാർട്ടിയുടെ MLA-മാരുടെ ഭാര്യമാർക്കും കുടുംബക്കാർക്കും മന്ത്രിമാരുടെ മക്കൾക്കും കുടുംബക്കാർക്കും ജോലികൾ നൽകിക്കൊണ്ട് പരീക്ഷ എഴുതി ഇവിടെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമുക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലും സ്വർണ്ണക്കള്ളക്കടത്തിൽ കൂട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൊഴി നൽകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 5 വർഷക്കാലം ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നത്. അതുപോലെയാണ് കേന്ദ്രത്തിന്റെയും അവസ്ഥ. ഡീസലിന്റെയും പെട്രോളിന്റെയും വില ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും അർദ്ധരാത്രി സമയത്ത്, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഡീസലിന്റെ വില, പെട്രോളിന്റെ വില ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കർഷകർ ഇന്നും സമരത്തിലാണ്. ഒരുപാട് ആളുകൾ ഇന്നും പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കാസർഗോഡ് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലൂടെ കടന്നു പോകുന്നത് കാൽനട യാത്രയാണ്. ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ട്, ഈ വെയിലത്ത് നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ എന്ന്. ഞങ്ങൾ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഈ വെയിലത്ത് ഞങ്ങൾ നടന്ന് കാസർഗോഡിന്റെ മണ്ണിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ വരുന്ന 6-ാം തീയതി കേരളത്തെ ജനങ്ങൾ കാത്തിരിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കയറ്റാതെ ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആഗ്രഹിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മാത്രമേ
ഇവിടെ നല്ലൊരു ഭരണമുണ്ടാകൂ എന്ന് നമ്മൾ കാത്തിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാഹിബ് ഇവിടുത്തെ ഓരോ ആളുകളുടെയും കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നും ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ എങ്ങനെയാണ് എന്നും ഞാനിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, നമ്മൾക്ക് ഈ കോവിഡിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഈ കോവിഡിന്റെ ഈ സമയം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിനെതിരെ ഒരു താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ് കാസർഗോഡ് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ഇങ്ങനെയുള്ള ഒരു പദയാത്ര സംഘടിപ്പിച്ചത്. ഞാൻ എന്റെ സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിയ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെ സ്വാഗതം ചെയ്യുകയാണ് എന്റെ ഉത്തരവാദിത്യം. ഞാൻ എന്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷകർമ്മം നിർവഹിക്കുന്നത് ഈ പരിപാടിയുടെ ചെയർമാനും കാസർഗോഡ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമായ AM കൊടക് സാഹിബാണ്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷരും മുൻ മന്ത്രിയുമായ ബഹുമാനപ്പെട്ട CT ഹമീദ് സാഹിബാണ്. അദ്ദേഹത്തിന് വളരെ സ്നേഹാദരവോടെ ഈ പരിപാടിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിലേക്ക് എത്തിയ വിശിഷ്ട അതിഥി DCCയുടെ സെക്രട്ടറി ചന്ദ്രശേഖർ റാവു, അദ്ദേഹത്തിന് വളരെ സ്നേഹാദരവോടെ കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി, ഈ പരിപാടിക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയുടെ ജാഥാ നായകൻ സിദ്ദീഖ് സന്തോഷ് നഗറാണ്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ഡയറക്ടർ PB ഷഫീഖ് സാഹിബാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ PB ഷഫീഖ് സാഹിബിനെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അർദീർ സാഹിബിനെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുല്ല കുഞ്ഞി ചെർക്കള സാഹിബിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിന്റെ എന്റെ പ്രിയപ്പെട്ട സഹഭാരവാഹികൾ, മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയങ്കരനായ MLA, മറ്റു കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിന്റെയും മണ്ഡലം ലീഗിന്റെയും പഞ്ചായത്ത് ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കളെ, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന കർമ്മധീരരായ വളണ്ടിയർമാരെ, പ്രിയമുള്ള നാട്ടുകാരെ, കോൺഗ്രസ് നേതാവ്, എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത സ്നേഹസംബന്ധനായ സുഹൃത്തുമായ അല്ലെങ്കിൽ മറ്റു നേതാക്കളെ, ഒരു നല്ല പരിപാടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് വളരെയധികം സമീപിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ വേഗത്തിൽ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരം ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന് നല്ലൊരു ഊർജം നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്ന യൂത്ത് ലീഗിന്റെ നേതാക്കളെ, സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സമയം വൈകി. ഈ നട്ടുച്ച നേരത്ത് ഉള്ള പദയാത്രയാണ് ഞങ്ങൾ നടത്തേണ്ടത്. അതിന് മുമ്പായി കുറെ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ സമയം മെനക്കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് നേതാക്കളും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ഖജാൻജിയായ നിങ്ങളുടെയൊക്കെ, പ്രത്യേകിച്ച് വെള്ളൂർ പഞ്ചായത്തിലെ ജനങ്ങൾ എന്നും ഹൃദയത്തിൽ വെച്ച ആരാധിക്കുന്ന ബഹുമാന്യനായ CT അഹമ്മദ് അലി സാഹിബിനെ ക്ഷണിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയങ്കരായ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും പ്രിയങ്കരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരി, ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന യുവജന കുറ്റപത്രവുമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിനെതിരെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ
7 പഞ്ചായത്തുകളിലൂടെ അതുപോലെ കാസർഗോഡ് നഗരസഭയിലൂടെ കടന്നു പോകുന്ന ഈ പദയാത്രയ്ക്ക് ഇന്ന് ചരിത്രപ്രസിദ്ധമായ ഈ വെള്ളൂർ പഞ്ചായത്തിലെ ഈ പ്രദേശത്ത് വെച്ച് തുടക്കം, പള്ളപ്പാടിയിൽ വെച്ച് തുടക്കം കുറിക്കും. ഈ ജാഥയ്ക്ക് സർവ്വവിധ വിജയാശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഈ ജാഥയിൽ പങ്കെടുക്കുന്ന അതുപോലെ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ, അതുപോലെ തന്നെ ഡയറക്ടർ, അതുപോലെ സ്ഥിരാംഗങ്ങൾ, മറ്റംഗങ്ങൾ എല്ലാവർക്കും സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ 1000 അഭിനന്ദനങ്ങൾ നേരാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കും. ഒരു നീണ്ട സംസാരത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഈ 5 ദിവസം 9, 10, 11, 12, 13 ദിവസങ്ങളിലായി വലിയൊരു സാഹസത്തിനാണ് ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കാസർഗോഡ് നിയോജകമണ്ഡലം കമ്മിറ്റി പുറപ്പെട്ടത്. എത്ര തന്നെ അഭിനയിച്ചാലും മതിയാവുക. ഈ ഘട്ടത്തിൽ ഏതാനും വാക്കുകൾ മാത്രം പറഞ്ഞു നമ്മുടെ ബഹുമാന്യനായ MLA അടക്കമുള്ള നേതാക്കൾ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഈ വേദിയിലുണ്ട്. അതുകൊണ്ട് പ്രധാനമായും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള കുറ്റപത്രമാണ്, ഈ കുറ്റപത്രവുമായിട്ടാണ് ഈ പദയാത്ര കടന്നു പോകും. നമുക്കറിയാം, സ്ഥാനാർത്ഥി പട്ടിക, ഇടതുപക്ഷ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ ആ പാർട്ടിയിൽ പൊട്ടിത്തെറിയാണ്. നമുക്കറിയാം, പി ജയരാജനെ കണ്ണൂർ ജില്ലയിലെ അദ്ദേഹത്തെ ഒഴിവാക്കിയതിൽ കണ്ണൂർ ജില്ലയിൽ ഒരു പൊട്ടിത്തെറി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാനാർത്ഥി പട്ടികയിൽ ഏകാധിപത്യവും അതുപോലെ തന്നെ ഇന്ന് ഈ ഗവൺമെന്റിനെതിരെ അതുപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പൊട്ടിത്തെറിയുടെ വക്കത്താണ്. അതുകൊണ്ട് ഈ പാർട്ടി, ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്, കേരളത്തിലെ ജനങ്ങൾ ബാലറ്റ് പേപ്പർ കയ്യിൽ കിട്ടാൻ കാക്കുകയാണ്. അഴിമതിക്കെതിരെ അതുപോലെ തന്നെ ദുർഭരണത്തിനെതിരെ ഈ ഗവൺമെന്റിനോട് പ്രതികാരം ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിൽ 6-ാം തീയതി കഴിയുന്നത് വരെ നിങ്ങൾ വിശ്രമമില്ലാതെ നിങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഊണില്ലാതെ ഉറക്കമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ട് ഈ 6-ാം തീയതി ഏപ്രിൽ 6-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100ഓളം സീറ്റുകളോടുകൂടി കേരളത്തിൽ വമ്പിച്ച വിജയം നേടിക്കൊണ്ട് അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വിജയം വമ്പിച്ച വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി തുറന്ന മനസ്സോടെ ഐക്യ ജനാധിപത്യ മുന്നണി, കോൺഗ്രസും മുസ്ലിം ലീഗും ഘടകകക്ഷികളും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി കേരളത്തിൽ അങ്ങോളം 140 നിയോജക മണ്ഡലങ്ങളിലും നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വരണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് നമുക്കറിയാം, ഡീസലിന്റെയും പെട്രോളിന്റെയും കുക്കിംഗ് ഗ്യാസിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ഏറ്റവും വലിയ ശിക്ഷിക്കപ്പെടുകയാണ് ഈ കേന്ദ്ര ഗവൺമെന്റ്. അതുപോലെ അതിന്റെ ടാക്സ് പോലും ഒഴിവാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തയ്യാറില്ല. അതിനെതിരെ അത് ഉപേക്ഷിക്കണം, ഈ വർധനവ് അത് ഉപേക്ഷിക്കണമെന്ന് തുറന്ന് പറയാൻ പോലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കശുവണ്ടി മേഖലയാണ് ഇത്. കശുവണ്ടി ഇവിടെ നമുക്കറിയാം, അതിന്റെ സീസൺ ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടുവെങ്കിലും ഇന്ന് വരെ കശുവണ്ടിക്ക് അതിന്റെ തറവില നിശ്ചയിക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. കർഷകർ ഈ കശുവണ്ടി വിൽക്കാൻ കഴിയാതെ ഇന്ന് വളരെയേറെ വിഷമിക്കുകയാണ്. അതുകൊണ്ട് കാർഷിക മേഖലയെ ആകെ അവഗണിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഈ മേഖല അടക്ക കർഷകരുള്ള, അതുപോലെ തന്നെ നാളികേര കൃഷിയുള്ള, അതുപോലെ തന്നെ കശുവണ്ടി മേഖല, റബ്ബർ, എല്ലാ കാർഷിക മേഖലയും ഇന്ന് തകർച്ചയുടെ വക്കത്താണ്. കാർഷിക മേഖലയ്ക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നമുക്കറിയാം, ഇന്ന് കർഷകർ ഇന്ന് നടത്തിവരുന്ന സമരം നമുക്കറിയാം, ഗവൺമെന്റ് ഇതിനെ അടിച്ചമർത്തുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത് വരാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് ഈ കാർഷിക സമരത്തെ അവഗണിച്ച കേന്ദ്ര ഗവൺമെന്റിൻ്റെതായ ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി
കേരള സർക്കാരിനെതിരെ ഉള്ള ഒരു കുറ്റപത്രം റിലീസ് ചെയ്യുകയാണ്. അതിൻ്റെ റിലീസ് പരിപാടി, വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ബഹുമാന്യനായ MLA-യോടും അത് ഏറ്റുവാങ്ങാൻ പ്രിയങ്കരനായ UDF നേതാവ് ചന്ദ്രശേഖര റാവുവിനോടും മേലിനായി പോരാടും പോരാളി സാഹിബ് സിന്ദാബാദ്. നേരുണരും നാളുകളിൽ നായകനായി സാഹിബ് സിന്ദാബാദ്. അണഞ്ഞിടാത്ത തീയായി ചോലയായി സാഹിബ് സിന്ദാബാദ്. ശത്രുവിന്റെ ശക്തിയെ തകർത്തെറിഞ്ഞ സാഹിബ് സിന്ദാബാദ്. നേരിനായി പോരാടും പോരാളി സാഹിബ്. നേരുണരും നാളുകളിൽ നായകനായി സാഹിബ്. അണഞ്ഞിടാത്ത തീയായി ചോലയായി സാഹിബ്. ശത്രുവിന്റെ ശക്തിയെ തകർത്തെറിഞ്ഞ സാഹിബ്. താരം തോളിലേറി ലീഗിൻ പാതയേറി നാട്ടിൽ താരമായി കാണും പച്ചക്കൊടി. ಇಲೆಕ್ಷನ್ ಬರ್ತಾ ಇದೆ. ಇಲೆಕ್ಷನ್ ಬರುವಾಗಲೇ ನಮಗೆ ಕಾಣ್ತಾ ಇರೋದು ಈ ಇವರ ದುರಾಡಳಿತ, ಅಂದ್ರೆ ನಮಗೆ ಎದುರಿಸುವಂಥದ್ದು ಕೂಡ. ಇನ್ನು ನಮಗಿರುವಂಥದ್ದು ಅವಕಾಶ 6ನೇ ತಾರೀಕು. ಈಗಾಗಲೇ ನಮ್ಮ ನೆಚ್ಚಿನ MLA CT ಅಹಮದ್ ಅಲಿ ಹೇಳಿದ್ರು 6ನೇ ತಾರೀಕಿಗೆ ಏನು ಕಾರ್ಯಕ್ರಮ ನಡೆಸಬಹುದು ಅಂತೇಳಿ ಪ್ರಾರಂಭಿಸಿದ್ದಾರೆ. ಈಗಲೇ ಈ ಯೂತ್ ಲೀಗಿನ ಜನರಿಗೆ ಈಗಲೇ ರಕ್ತ ಉಕ್ಕೇರ್ತಾ ಉಂಟು. ಯಾಕೆಂದ್ರೆ ಕೇಂದ್ರ ಸರ್ಕಾರ ಅದೇ ರೀತಿಯಲ್ಲಿ ಈ LDF ಸರ್ಕಾರ ಮಾಡಿದಂತಹ ದುರಾಡಳಿತ, ಇದರ ಬಗ್ಗೆ ಅದೇ ರೀತಿಯಲ್ಲಿ ಕೃಷಿಕರಿಗೆ ಮಾಡುವಂತಹ ಅವಮಾನ, ಈ ದುರಾಡಳಿತದ ಬಗ್ಗೆ ಎಚ್ಚೆತ್ತು ಇನ್ನು ಮುಂದಿನ ಈ ರಣರಂಗದಲ್ಲಿ UDFನ ಸರ್ಕಾರ ಬರಬೇಕು ಅಂತ ಹೇಳಿ ಯೂತ್ ಲೀಗಿನವರು ಈಗಾಗಲೇ ಬೆಳ್ಳೂರು ಪಂಚಾಯತಿನಿಂದ, ಅದು ಕೂಡ ಈ ಬೆಳ್ಳೂರು ಪಂಚಾಯತಿನಿಂದ ಪ್ರಾರಂಭ 5 ದಿವಸ, 1-2 ದಿವಸ ಇಲ್ಲ, 5 ಪಂಚಮಂ ಕಾರ್ಯಸಿದ್ಧಿ ಅಂತ ಒಂದು ಗಾದೆ ಉಂಟು. ಅದೇ ರೀತಿಯಲ್ಲಿ ಈ 5 ದಿವಸದ ಇವರ ಈ ಜಾಥಾ ಸರ್ಕಾರಕ್ಕೆ ಈ ಎದುರಾಗಿ ಹೋಗುವಂತಹ ಜಾಥಾ, ಇನ್ನು ಮುಂದೆ ಸರ್ಕಾರಕ್ಕೆ ಎದುರಾಗಿ ಹೋಗುವಂಥದ್ದು ಮಾತ್ರ ಅಲ್ಲ, ಇನ್ನು ಮುಂದೆ ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ಆಡಳಿತ ಮಾಡಲಿಕ್ಕೆ ಬೇಕಾಗಿ UDF ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಬರಬೇಕು, ಈ ಸರ್ಕಾರ ಇಲ್ಲಿಯ ಸರ್ಕಾರ UDF ಆಗಬೇಕು ಅಂತೇಳಿ ಯೂತ್ ಲೀಗಿನವರ ಈ ಒಂದು ಜಾಥಾ ಶುಭವಾಗಲಿ ಅಂತ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಏನೇ ಇರಲಿ, ಎಲ್ಲ ಜನರು ಈ ಯೂತ್ ಲೀಗಿನ ಒಟ್ಟಿಗೆ ಸೇರಿಕೊಂಡು UDFನ ಎಲ್ಲ ಬಂಧುಗಳು ಸೇರಿಕೊಂಡು ಮುಂದಿನ ಚುನಾವಣೆಯಲ್ಲಿ ಇಂದು ನಮ್ಮ ಪ್ರಾರಂಭವಾಗುವಂತಹ ಈ ಜಾಥಾದೊಟ್ಟಿಗೆ ಕಾರ್ಯಕ್ರಮಗಳು, UDF ಗೆಲ್ಲುವಂತಹ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಹಮ್ಮಿಕೊಂಡು ಜನರ ನಡುವೆ ಹೋಗಿ ಈ ಕೇಂದ್ರ ಹಾಗೂ ಈ ಸರ್ಕಾರದ ದುರಾಡಳಿತದ ಬಗ್ಗೆ ಅವರಿಗೆ ತಿಳಿಸಿ UDF ಬಂದರೆ ಏನು ಪ್ರಯೋಜನ ಆಗ್ತದೆ ಅಂತೇಳಿ ನಿಮಗಾಗಲೇ ತಿಳಿಸಲಿಕ್ಕೆ ಈ ಒಂದು ಸದಾವಕಾಶ. ಏನೇ ಇರಲಿ, ಈ ಯೂತ್ ಲೀಗಿನ ಇಂದಿನ ಜಾಥಾಕ್ಕೆ ನಮ್ಮ ಇಂಡಿಯನ್ ನ್ಯಾಷನಲ್ ಕಾಂಗ್ರೆಸ್ಸಿನ ಶುಭಾಶಂಸೆಯನ್ನು ಕೋರುತ್ತಾ, ನನ್ನ ವೈಯಕ್ತಿಕವಾಗಿ ಶುಭಾಶಂಸೆ ಕೋರುತ್ತಾ ನನ್ನ 2 ಮಾತು ನಿಲ್ಲಿಸ್ತೇನೆ. ಜೈ ಹಿಂದ್. മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലുണ്ട്. കേരള ഗവൺമെൻറ്റുകൾക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നൊരു ഘട്ടത്തിൽ നടത്തുന്ന ജില്ലയിലെ ആദ്യത്തെ പദയാത്രയാണ് കാസർകോട്ട് മുസ്ലിം ലീഗിൻ്റെ ചരിത്രമുറങ്ങുന്ന ഈ പ്രദേശത്ത് നിന്ന് പ്രയാണം ആരംഭിക്കുന്നത്. സമയം വളരെ വൈകിയിരിക്കുകയാണ്. ഇവിടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ CT അഹമ്മദ് അലി സാഹിബും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറിയും വളരെ മനോഹരമായി ഈ ജാഥയെ ആശീർവദിക്കുകയും സമകാലീന വിഷയങ്ങളെ തൊട്ട് തീണ്ടിക്കൊണ്ട് ഇവിടെ സംസാരിച്ചിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ മടുത്ത് ഒന്ന് വലിച്ചെറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നൊരു ഘട്ടത്തിൽ അടുത്ത മാസം 6-ാം തീയതി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ മുഴുവൻ വോട്ടർമാരും കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെ വിധിയെഴുത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്താണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പദയാത്രയായി കേരള ഗവൺമെന്റുകളുടെ ജനദ്രോഹ, ന്യൂനപക്ഷ വിരുദ്ധ, ദലിത് വിരുദ്ധ, കർഷക വിരുദ്ധ,
സാമ്പത്തിക മേഖല തകർത്തരിപ്പണമാക്കിയ അഴിമതി ഗവൺമെന്റുകൾക്കെതിരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കുറ്റപത്രവുമായി ഈ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ് സന്തോഷ് നഗർ നായകനായി ഹാരിസ് ബദ്രയും പി വി ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ പടയാളികൾ തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ ജനങ്ങളോട് തുറന്നു പറയുന്നത്, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടമെടുത്ത് പരിശോധിക്കുമ്പോൾ ഭൂതകാല ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ 95% മണ്ഡലങ്ങളിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലാണ് പോരാട്ടമെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ BJP എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും വലിയ വർഗീയ കക്ഷി അവരുടെ അക്കൗണ്ട് തുറക്കാനുള്ള മോഹവുമായി കേരള കർണാടകത്തിന്റെ അതിർത്തി പ്രദേശത്താണ് അവർ കാലങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വർഗീയ ധ്രുവീകരണങ്ങൾ ധാരാളം നടത്തി ഇവിടത്തെ ജനങ്ങളെ പരസ്പരം അവരുടെ എല്ലാവിധ വർഗീയ ധ്രുവീകരണങ്ങൾ പരാജയപ്പെട്ട ഒരു ഘട്ടത്തിലായിരുന്നു ചൂരിയിലെ താഴത്തുവ പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ RSSകാരന്റെ ഏറ്റവും ശക്തമായ ഒരു സംഭവം പോലും കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ കണ്ടു. മുസ്ലിം ലീഗിന്റെയും ഈ ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പ് വളരെ കൃത്യമായി BJPക്കാരൻ ഇന്ത്യയിൽ പാറ്റിത്തെളിഞ്ഞ വർഗീയ കലാപത്തിന് വേണ്ടി കാസർഗോഡ് ജില്ലയെ കൊണ്ടുപോകാൻ ശ്രമിച്ചൊരു ഘട്ടത്തിൽ മതേതരത്വത്തിന്റെ മുദ്രാവാക്യവുമായി ശാന്തതയുടെ മുദ്രാവാക്യവുമായി റിയാസ് മൗലവിയെ കടുത്തറുത്ത് കൊന്ന RSSകാരുടെ നിലപാടിനെതിരെ നിയമയുദ്ധം നടത്തി ജില്ലയെ ശാന്തതയിലേക്ക് കൊണ്ടുപോയ വലിയ ഒരു പാരമ്പര്യമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിലും ഈ ജില്ലയിലെ 2 മണ്ഡലങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം ജീവവായു പോലെ കൊണ്ടു നടന്ന ഒരു പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഭാഗത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീചമായ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുകയും മറുഭാഗത്ത് RSSന്റെയും BJPയുടെയും ധ്രുവീകരണത്തെ അതിശക്തമായി എതിർത്ത് തോൽപ്പിച്ച ഒരു മണ്ണാണെന്നറിയാം. വരാനിരിക്കുന്ന ഇലക്ഷനിലും കേരളം ആര് ഭരിക്കുമെന്ന് LKGയിൽ പഠിക്കുന്ന കുഞ്ഞിനോട് പോലും ചോദിച്ചാൽ ആ കുഞ്ഞ് പറയും കേരളം ഭരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്, UDF ആണെന്ന് കേരളം വിളിച്ചു പറയുന്ന ഒരു ഘട്ടത്തിൽ കാസർകോട്ട് നിന്ന് BJPക്കാരുടെ ഒരു മോഹമാണ് മഞ്ചേശ്വരത്തും കാസർകോട്ടും അവർക്ക് എന്തെങ്കിലും മുന്നേറ്റം നടത്താമെന്ന്. BJPക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യം കേരളം ദുഃഖിച്ച നേമത്ത് പോലും ഐക്യ ജനാധിപത്യ മുന്നണി സീറ്റ് തിരിച്ചു പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ റിസൾട്ട് വരുമ്പോ ഇന്നലകളിൽ 5 വർഷം കഴിയുമ്പോ കേരളത്തിൽ BJPക്ക് വട്ടപൂജ്യമാണ് എന്ന് വിധിയെഴുതിയതുപോലെയുള്ള ഒരു വിധിയെഴുത്ത് ഒരിക്കൽ കൂടി കേരളം മെയ് മാസം 2-ാം തീയതി വിധിയെഴുതും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ ജാഥ കാസർഗോഡിന്റെ പ്രിയപ്പെട്ട MLA എന്നെ നെല്ലിക്കുന്ന സായി 10 വർഷക്കാലം നടത്തിയ വികസന നേട്ടങ്ങൾ വിവരിക്കും. കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് കാസർഗോഡ് ജില്ലയ്ക്ക് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അനുവദിച്ച മെഡിക്കൽ കോളേജിനോട് കാണിച്ച അവഗണന ചർച്ച ചെയ്യണം. ഈ ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഈ ജില്ലയുടെ വെല്ല് പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്ക് കാരണക്കാരായ ആളുകളുടെ നിലപാടുകൾ തുറന്നു പറയണം. ഈ ജില്ലക്ക് 5 വർഷക്കാലം കേരളം ഭരിച്ചപ്പോ കാസർഗോഡിനോട് മാത്രം കാണിച്ച അവഗണനക്കെതിരെയും വരാനിരിക്കുന്ന UDFന്റെ ഗവൺമെന്റിന്റെ മുമ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിലേറിയാൽ നമ്മൾ സമർപ്പിക്കുന്ന വികസന കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്തുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജന കുറ്റപത്രം കേന്ദ്ര കേരള സർക്കാരുകൾക്ക് നടത്തുന്ന ഈ പരിപാടിക്ക് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിന്റെ വാക്കുകൾക്ക് വിരാമം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് ലീഗ്. മറ്റ് പോഷക സംഘടനകളുടെയും നേതാക്കളെ, നമ്മുടെ സ്നേഹനിധിയായ UDFന്റെ കരുത്തും കോൺഗ്രസിന്റെ ആദരണീയായ നേതാവുമായ ഈ പ്രദേശത്തിന്റെ ആവേശവുമായ കല്ലക ചന്ദ്രശേഖർ റാവു, പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ കർമ്മധീരരായ ഭടന്മാരെ, വയോധികരായ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ കാരണവന്മാരെ, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, കേന്ദ്ര കേരള സർക്കാരിനെതിരെ യുവജന കുറ്റപത്രവുമായി സിദ്ദീഖ് സന്തോഷ് നഗറിന്റെയും ഹാരിസ് ബദരിയുടെയും നേതൃത്വത്തിൽ കാസർഗോഡ് നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പദയാത്ര സംഘടിപ്പിക്കുവാൻ അവരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിക്കുകയുണ്ടായി. ഞാനൊരു പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ
ഒരു പരിപാടിയിൽ പങ്കെടുത്താണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആ പരിപാടി കേരളത്തിലെ അമ്മമാർക്ക് വേണ്ടി പേറ്റ് നോവ് എന്ന് അറിയുന്ന, പേറ്റ് നോവ് സഹിച്ച കേരളത്തിലെ ഉമ്മമാർക്കും അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടി ഒരു അമ്മ നടത്തുന്ന യാത്രയുടെ തുടക്കമായിരുന്നു അത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2017 2 പിഞ്ചു കുട്ടികൾ വാളയാറിൽ അതിനിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ആ കേസിൻ്റെ വിധി വന്നിരിക്കുകയാണ്. ആ കേസിലെ പ്രതികളെ മുഴുവനും LDF സർക്കാരിൻ്റെ അനാസ്ഥ മൂലം കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ആ 2 കുട്ടികളുടെയും അമ്മയായ ഭാഗ്യവതി നീതിക്ക് വേണ്ടിയുള്ള ഒരു യാത്ര കാസർകോട്ട് നിന്ന് ഇന്ന് ആരംഭിക്കുന്നത്. ഇങ്ങനെ എത്രയോ അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ച സർക്കാരാണ് LDF സർക്കാർ. ആ സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീകൾക്ക് രക്ഷയില്ല, കുട്ടികൾക്ക് രക്ഷയില്ല, ഒരാൾക്കും രക്ഷയില്ല. ആ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചും അതുപോലെ തന്നെ ആ സർക്കാരിൻ്റെ അഴിമതിയെക്കുറിച്ചൊക്കെ ഇവിടെ നേതാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി. ഏപ്രിൽ 6 കടന്നു വരികയാണ്. ഏപ്രിൽ 6 നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ ഏപ്രിൽ 6 നമുക്ക് വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുവാനുണ്ട്. തുടർ ഭരണമെന്ന സ്വപ്നവുമായി നടക്കുന്ന LDF സർക്കാരിനെതിരെ വിധിയെഴുതാനുള്ള ദിവസമാണ് ഏപ്രിൽ 6 എന്ന് നമ്മൾ മനസ്സിലാക്കണം. LDF പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുന്നു എന്നും ഈ പൊട്ടിത്തെറി അനുസ്യൂതം തുടരുമെന്നും ആ പൊട്ടിത്തെറി ഏപ്രിൽ 6-ാം തീയതിയോടുകൂടി പൂർണ്ണതയിലെത്തുമെന്നും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമായി നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നിർണായക ഘട്ടത്തിൽ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെ, ഈ ജാഥയിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാരെ, അതുപോലെ തന്നെ ഈ ജാഥയിൽ പങ്കെടുക്കുന്ന അംഗങ്ങളെ മുഴുവൻ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്താൻ ഈ ജാഥയ്ക്ക് സാധിക്കട്ടെ, ഈ പദയാത്രയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് മുസ്ലിം യൂത്ത് ലീഗ്. ಕಾಸರಗೋಡು ಯೂತ್ ಲೀಗ್ನ ಸಂಯುಕ್ತಾಶ್ರಯಗಳಿರುವಂಥ ಈ ಜಾಥಾ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನಾ ಸಮಾರಂಭ ನಮ್ಮ ಬೆಳ್ಳೂರು ಪಂಚಾಯತ್ನಲ್ಲಿ ನಡೆದಿದೆ. ಈ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷರು, ವೇದಿಕೆ ಇರುವಂಥ ಎಲ್ಲ ಮುಸ್ಲಿಂ ಗಣ್ಯರೇ, ಕಾಂಗ್ರೆಸ್ನ ಜಿಲ್ಲಾ ಸೆಕ್ರೆಟರಿ ಆದಂಥ ಕಲ್ಲಂಗೌಡರೇ, ಇಲ್ಲಿ ಸೇರಿದಂಥ ನಮ್ಮ ಸಹಪಾಠಿಗಳೇ, ಕೇಂದ್ರ ಮತ್ತು ರಾಜ್ಯ ಸರ್ಕಾರದ ದುರಾಡಳಿತದ ಬಗ್ಗೆ ಜನರಿಗೆ ತಿಳುವಳಿಕೆ ಮಾಡುವಂಥ ಈ ಜಾಥಾದ ಬರುವಂಥ ಈ ಒಳ್ಳೆಯ ಕಾರ್ಯಕ್ರಮ ಏಪ್ರಿಲ್ ತಿರುಗುವಂಥ 6 ನಡೆಯುವಂಥ ಈ ಸುತ್ತಗಳಲ್ಲಿ ನಮ್ಮ ರಾಜ್ಯ ಸರ್ಕಾರದಲ್ಲಿ UDF ಭರಣ ನಡೆಸುವಂತೆ ಎಲ್ಲ ಜನರಿಗೆ ನಮ್ಮ ಮನವರಿಕೆ ಮಾಡುವಂಥ ಈ ಸಂದರ್ಭ ಒಳ್ಳೆಯದು. ಅದೇ ರೀತಿ ಈ ಮೇ 2 ನಡೆಯುವಂಥ ಕೌಂಟಿನಲ್ಲಿ ಇಲ್ಲಿ ರಾಜ್ಯ ಸರ್ಕಾರದಲ್ಲಿ UDF ಭರಣ ಮರಳಿಂದ ಆಶಿಸುತ್ತಾ ಈ ಶುಭ ರ್ಯಾಲಿಗೆ ಜಾಥಾಕ್ಕೆ ಎಲ್ಲ ರೀತಿಯ ಮಂಡಲ ಕಾಂಗ್ರೆಸ್ ಕಮಿಟಿ ಲೆಕ್ಕದಲ್ಲಿ ಬೆಳ್ಳೂರಿನ ಎಲ್ಲ ರೀತಿಯ ಶುಭವನ್ನು ಹರಿಸ್ತಾ ಅವರಿಗೆ ಒಳ್ಳೆಯದಾಗಲೆಂದು ಮಾತನಾಡುತ್ತೇನೆ. UDFന്റെ നേതാക്കളെ, പ്രിയപ്പെട്ടവർ, തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ജാഥകൾ നടത്തുക പതിവാണ്. കാസർഗോഡ് വെച്ച് കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടികൾ 3 ജാഥകൾ നടത്തുകയുണ്ടായി. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ കേരള ജാഥ, അതേപോലെ തന്നെ വർഗീയ വിഷലിപ്തമായ LDFന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി വിജയരാഘവൻ നയിച്ച വിജയയാത്ര, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ നയിച്ച മറ്റൊരു യാത്ര. ഈ 3 യാത്രയുടെ ആരവങ്ങൾ നാം മീഡിയയൊക്കെ കണ്ടതാണ്. രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ കേരള യാത്ര സംസ്ഥാനത്ത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ഒരാഘോഷമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജാഥ നയിച്ച അവിടെ സെക്രട്ടറി വിജയരാഘവൻ ഇവിടുന്ന് തുടങ്ങിയതല്ലാതെ അവിടെ എത്തിയെന്ന് ആർക്കും അറിഞ്ഞിട്ടില്ല. അതിന്റെ സ്വരം നമ്മളിവിടെ കേട്ടിട്ടില്ല. അതുപോലെ തന്നെ
കാസർഗോഡ് മുതൽ പാറശാല വരെ വർഗീയ വിഷം തൊപ്പിക്കൊണ്ട് കേരളത്തിലെ ഭൂരിപക്ഷ വിഭാഗത്തെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായത്തെയും തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഒരു മതപരമായ വിഭാഗ്യത ഉണ്ടാക്കിക്കൊണ്ട് തികച്ചും അപകടകരമായ രീതിയിലാണ് BJPയുടെ ജാഥ കേരളത്തിൽ പ്രയാണം നടത്തിയത്. ഓരോ പ്രദേശത്തെയും ആ പ്രദേശത്തെ ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് അവയെ വികാരങ്ങൾ ആളിപ്പെടുന്ന രൂപത്തിലുള്ള പ്രസംഗവുമായിട്ടാണ് മുമ്പോട്ട് പോയത്. ഈ 3 ജാഥയും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയിരിക്കുകയാണ്. ഇന്നലെ ബഹുമാനിയായ രമേശ് ചെന്നിത്തല ഒരു കാര്യം പറയുകയുണ്ടായി, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നമുക്കറിയാം, ഇവിടെ സ്വർണ്ണക്കടത്തിന്റെ അല്ലെങ്കിൽ സ്വർണം കടത്തുമായി ബന്ധപ്പെട്ട് ഐഫോണുകൾ കിട്ടിയപ്പോ, ലക്ഷക്കണക്കിന് രൂപ വില വിൽക്കുന്ന ഐഫോൺ കിട്ടിയപ്പോ അത് കാണാതായ ഒരു ഫോണിനെ കുറിച്ച് ഇവിടെ കോൺഗ്രസ്, ഇവിടെ പ്രതിപക്ഷ നേതാവ്, അവിടെ ഭരണകക്ഷി നേതാക്കൾ പറഞ്ഞത് അത് പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലാണ് ഉള്ളതെന്നാണ്. പക്ഷേ ചരിത്രം അവർക്ക് മാപ്പ് നൽകിയില്ല. അവസാനം ആ കാണാതായ മൊബൈൽ ഫോൺ കിട്ടിയിട്ടുള്ളത് പാർട്ടി സെക്രട്ടറി കൊടിയേരിയുടെ ഭാര്യയുടെ കയ്പൊക്കെന്നാണ് അറിയുമ്പോ എത്രമാത്രം നീചമാണ് ഇവിടെ പ്രവർത്തിയെന്നും എത്രമാത്രം നിന്ദ്യമാണ് ഇപ്പൊ ഇവിടെ ഭരിക്കുന്ന ഭരണകക്ഷിയുടെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഐതിഹാസികമായ തെരഞ്ഞെടുപ്പാണ്. വികസനം 5 വർഷം കൊണ്ട് കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ വികസനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രയാണം എന്ന നിലയിൽ അതിന് പിന്തുണ നിലയിൽ തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പ്രയാണം എന്ന നിലയിൽ തന്നെ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട്. കാസർഗോഡും അതുപോലെ തന്നെ മഞ്ചേശ്വരവും ഐക്യജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥികളെ ബഹുഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്യം. ആ ഉത്തരവാദിത്യം നിറവേറ്റുന്നതിന് വേണ്ടി അതിന്റെ ഭാഗമായിക്കൊണ്ട് കാസർഗോഡ് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും നല്ല വളരെ നന്നായിട്ട് ഇവിടെ നടക്കാൻ പോകുന്ന പദയാത്രയ്ക്ക് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ട്രഷറർ മഹീൻ കളോട്ടടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം ഭാരവാഹികളും മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹികളും പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളും വിവിധ പോഷകഘടകങ്ങളുടെ നേതാക്കളൊക്കെ ഈ വേദിയിലുണ്ട്. അവരെല്ലാവരും ഈ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ചതായി അറിയിക്കുകയാണ്. പാറ പോലെയുറച്ചൊരു ലീഗ, പാറകളെ വിറപ്പിച്ച ലീഗ, ഉദിച്ചു വന്ന സൂര്യൻ ലീഗ, ഉലഞ്ഞിടാത്ത മുസ്ലിം ലീഗ, ഇന്നേറെ വമ്പിൽ കുതിച്ചിടലായി ചെപ്പടി കുതന്ത്രമെല്ലാം ലീഗിനെ പുല്ല്, തീപ്പോരി പ്രസ്ഥാനത്തിൻ പോരിഷത്തല്ലേ, ആയിരങ്ങൾ ഒത്തുചേർന്ന പച്ചത്തുരുത്ത്, ആവുകില്ല തകർക്കുവാൻ ലീഗിൻ കരുത്ത്, ഈ ലീഗില്ലെങ്കിൽ നാട്ടിൽ വരും ഏറെ വിപത്ത്. പാറ പോലെ ഉറച്ചൊരു ലീഗ, പാറകളെ വിറപ്പിച്ച ലീഗ, ഇന്നേറെ വമ്പിൽ കുതിച്ചിടലായി. പ്രിയപ്പെട്ടവരെ, മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഈ പദയാത്രയിൽ അണിനിരക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കാസർഗോഡ് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പദയാത്ര സ്ഥിരാംഗങ്ങളെ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. കുരവയം മുട്ടിക്കൊണ്ട് സംഘം വരുന്നേ, പത്തി വിടർത്തിയ എതിരാളികളും മുട്ടുമടക്കുന്നേ, നാട്ടിൽ നേട്ടം വീതച്ചിടാൻ ലീഗുമെത്തുന്നേ, നോക്കുകുത്തിയായവരെ നാക്കൊഴുക്കുന്നേ, പാണക്കാട്ടെ പട്ടാളത്തെ തൊട്ട് കളിക്കല്ലേ, പാണക്കാട്ടെ പട്ടാളത്തെ തൊട്ട് കളിക്കല്ലേ, എല്ലാം കണ്ടും കേട്ടിരിക്കാൻ ലീഗിനാവില്ല. പാറ പോലെ ഉറച്ചൊരു ലീഗ, പാറകളെ വിറപ്പിച്ച ലീഗ,
ഇന്നേറെ വമ്പിൽ കുതിച്ചിടലാൻ. വിനോദചാരന്മാരിൽ എത്ര വിലസുന്നു, നീളക്കൊമ്പ് കൊലുക്കുന്നോരെ എണ്ണ പിഴയ്ക്കുന്നു. നേരും പാടി മുസ്ലിം ലീഗും വന്നിക്കണയുന്നു, ഈറപ്പാർട്ടി കൂട്ടർക്കിന്ന് ഹാലിളകും. വണ്ടി എടുത്ത് പോകണോടാ. കേരള സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ
പറന്നു ലക്ഷ്യം തേടി കൊടിയും ഇന്നേറെ പ്രഭ ചൂടി. ഓരോ പടിയും മുസ്ലിം ലീഗ് കുതിച്ചു കയറുമ്പോൾ പച്ചക്കൊടിയുടെ പത്രാസം മികച്ചു നിൽക്കുന്നു. ഓരോ പടിയും മുസ്ലിം ലീഗ് കുതിച്ചു കയറുമ്പോൾ പച്ചക്കൊടിയുടെ പത്രാസം മികച്ചു നിൽക്കുന്നു. ആളിക്കത്തിയ പ്രസ്ഥാനത്തെ ഊതിക്കെടുത്താനോ, ആളിക്കത്തിയ പ്രസ്ഥാനത്തെ ഊതിക്കെടുത്താനോ ആറ്റപ്പൂവിൻ മക്കൾ ഞങ്ങൾ സമ്മതിക്കൂല. കൊടി കൊടി പച്ച പൊൻകൊടി, കൊടി പറന്നു ലക്ഷ്യം തേടി കൊടിയും ഇന്നേറെ പ്രഭ ചൂടി. ഓലപ്പാമ്പും കാട്ടിക്കൊണ്ട് വിരട്ടല്ലേ മോനെ, ലീഗിനോരോ മക്കളിലും ഉഷിരേറെയാണ്. ഓലപ്പാമ്പും കാട്ടിക്കൊണ്ട് വിരട്ടല്ലേ മോനെ. അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, വിലക്കയറ്റത്തിനെതിരെ മണ്ഡലം ലീഗിനോരോ മക്കളിലും ഉഷിരേറെയാണ്. മുസ്ലിം ലീഗ് ഒരു സംഭവമാണ്, വമ്പുറ്റതാണ്. മുസ്ലിം ലീഗ് ഒരു സംഭവമാണ്, വമ്പുറ്റതാണ്. മുന്നിൽ നിന്ന് നയിച്ചിടുന്നത് കുഞ്ഞാപ്പയാണ്. കൊടി കൊടി പച്ച പൊൻകൊടി, കൊടി പറന്നു ലക്ഷ്യം തേടി കൊടിയും ഇന്നേറെ പ്രഭ ചൂടി. മന്ദം മന്ദം കടന്നു വരികയാണ്. പിന്നിട്ട വഴിത്താരകളെ പുളകമടിയിച്ചുകൊണ്ട്, പിന്നിട്ട വഴിത്താരകളെ ഇളക്കി മറിച്ചുകൊണ്ട് നെഞ്ചുകിരിച്ചു നടക്കുമോനെ പച്ചക്കൊടിയേന്തി, ചങ്കിൽ നിന്നും ഉയർന്നിടട്ടെ വമ്പുള്ള ധ്വനി. നെഞ്ചുകിരിച്ചു നടക്കുമോനെ പച്ചക്കൊടിയേന്തി, ചങ്കിൽ നിന്നും ഉയർന്നിടട്ടെ വമ്പുള്ള ധ്വനി. കണ്ണിൽ കരളിൽ മുസ്ലിം ലീഗിൻ പച്ച തുടിക്കട്ടെ, കണ്ണിൽ കരളിൽ മുസ്ലിം ലീഗിൻ പച്ച തുടിക്കട്ടെ. ഞാനും മുസ്ലിം ലീഗിൽ എന്ന് തുറന്നു പറഞ്ഞാട്ടെ. കൊടി കൊടി പച്ച പൊൻകൊടി, കൊടി പറന്നു ലക്ഷ്യം തേടി കൊടിയോമിന്നേറെ പ്രഭ ചൂടി. കൊടിയും പിടിച്ച് നെഞ്ചുറച്ച് തക്ബീറും പാടി, കൊടിക്ക് കീഴിൽ അടിയുറച്ച് ലക്ഷങ്ങൾ കൂടി. ഓരോ ഓരോ സൗഭാഗ്യങ്ങൾ ഇക്കോടി നേടി, ഓരോ ഓരോ സൗഭാഗ്യങ്ങൾ ഇക്കോടി നേടി. ഒരു മോനെ മുസ്ലിം ലീഗ് ഒരു സ്നേഹപ്പൂവാടി. കൊടി കൊടി പച്ച പൊൻകൊടി, കൊടി പറന്നു ലക്ഷ്യം തേടി കൊടിയും ഇന്നേറെ പ്രഭ ചൂടി.
കൊടി കൊടി പച്ച പൊൻകൊടി കൊടി പറന്നു ലക്ഷ്യം തേടി കൊടി കൊടി പച്ച പൊൻകൊടി കൊടി പറന്നു ലക്ഷ്യം തേടി കൊടിയും ഇന്നേറെ പ്രഭ ചൂടിയേ കൊടിയും പിടിച്ച് അഞ്ചുറച്ച് തെക്കുപേരും പാടി കൊടിക്ക് പേരിൽ അടിയുറച്ച് ലക്ഷങ്ങൾ കൂടി ഓരോ സൗഭാഗ്യങ്ങൾ കൊടി നേടി ഓരോ സൗഭാഗ്യങ്ങൾ കൊടി നേടി ഒരു പോലെ മുസ്ലിം ലീഗ് സ്നേഹം പൂവാടി കൊടി കൊടി പക്ഷ പൊൻകൊടി കൊടി പറന്നു ലക്ഷ്യം നേടി കൊടിയും ഇന്നേറെ പ്രഭ ചൂടി ഓരോ പടിയും മുസ്ലിം ലീഗ് കുതിച്ചു കയറുമ്പോൾ പച്ചക്കൊടിയുടെ പത്രാസം മികച്ചു നിൽക്കുന്നു ഓരോ പടിയും മുസ്ലിം ലീഗ് കുതിച്ചു കയറുമ്പോൾ കൊണ്ടുവരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം ഈ രാജ്യത്തിന്റെ എല്ലാ നന്മകളെയും തച്ചു തകർക്കുന്ന രൂപത്തിലേക്ക് ഭരണാധികാരികൾ കടന്നുപോയി എന്നുള്ളതാണ്. ജനദ്രോഹ സർക്കാരുകൾക്കെതിരെയുള്ള യുവജന കുറ്റപത്രവുമായിട്ട് കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ അമരക്കാരന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനായിട്ടുള്ള ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ നസർ, മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സദ്ദീഖ് സന്തോഷ് നഗർ, പ്രിയങ്കരനായിട്ടുള്ള ഹാരിസ് ബെദര, ജില്ലാ സെക്രട്ടറി നജീബ്, പ്രിയങ്കരനായിട്ടുള്ള മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ട്രഷററും ഏലമ്പാടി ഡിവിഷൻ മെമ്പറുമായിട്ടുള്ള ജനാബ് ബി ബി സദ്ദീഖും എംഎസ്എഫിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രിയങ്കരനായിട്ടുള്ള നേതാക്കന്മാരും അതോടൊപ്പം തന്നെ പ്രവർത്തകന്മാരും അണിനിരക്കുന്ന പ്രിയപ്പെട്ട ജാഥയാണ്, പദയാത്രയാണ്. പിന്നിട്ട വഴികളിൽ നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു വന്നത് അങ്ങനെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ട ഉണ്ടാക്കുന്നത്. ആ അജണ്ട ഉണ്ടാക്കിയതിനപ്പുറത്ത് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇന്ത്യയിലെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന സംഘടന വിളിച്ചു പറയുന്നത് രാജ്യം ക്രിസ്തുവിന്റേതാണ്, ഈ രാജ്യം മുസൽമാന്റേതാണ്, ഈ രാജ്യം ജൈനന്റേതാണ്. ഈ രാഷ്ട്രത്തിനകത്ത് ജീവിക്കുന്ന എല്ലാ മതമുള്ളവരെയും മതമില്ലാത്തവരെയും കാട്ടിക്കൊണ്ട് വിരട്ടല്ലേ മോനെ ലീഗിനോരോ മക്കളിലും ഓലപ്പാമ്പും കാട്ടിക്കൊണ്ട് വിരട്ടല്ലേ മോനെ. ആർത്തവത്തോടുകൂടി ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗ് വളരെ ശക്തമായി തന്നെ വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വർഗീയത മാത്രം പറയുകയാണ്. നന്മയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ ഹൈന്ദവ സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പരാതിയില്ല. മുസ്ലിം ലീഗിന് ഈ ജനതയോട് വിളിച്ചു പറയാനുള്ളത്, ഈ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ്. രാവിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നത് നീ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് വരൂ എന്നാണ് പറയുന്നത്. അതേപോലെ ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ നിന്ന് മണിമുഴങ്ങുന്നത് എന്തിനു വേണ്ടിയാണ് മണിമുഴങ്ങുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തെ, നീ കടന്നു വരൂ, നിന്റെ നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം ഉണ്ടാക്കൂ എന്ന് വളരെ മനോഹരമായ ആദ്യത്തെ കുർബാനയ്ക്ക് കടന്നു വരൂ എന്ന് ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ നിന്ന് പറയുമ്പോ അമ്പലങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നത് കൗസല്യ സുപ്രജാ രാമപൂർവ എന്ന മനോഹരമായ മംഗളകർമ്മങ്ങൾ വിളിച്ചുകൊണ്ട് വാചകങ്ങളോട് പറയുന്നത് നീ എഴുന്നേറ്റ് വരൂ, നീ എഴുന്നേറ്റ് വരൂ. സൂര്യൻ കിഴക്ക് വെള്ളകീറി തുടങ്ങുന്നതിന് മുമ്പ് നീ കടന്നു വന്ന് നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തൂ എന്ന് ഹൈന്ദവന്റെ ക്ഷേത്രത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പോ ഈ രാജ്യം എല്ലാവരുടേതുമാണ്. ഈ രാജ്യം നിങ്ങളുടേത് മാത്രമല്ല. വർഗീയപരമായ ചിന്തകൾ ഉണ്ടാക്കി, ഫാസിസ്റ്റ് ചിന്തകൾ ഉണ്ടാക്കി, മനുഷ്യന്റെ മനസ്സിനകത്ത് വിഭാഗീയതയുടെ വിത്തുകൾ പാകി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ഞങ്ങൾ പറയട്ടെ, ഈ ഇന്ത്യ നിർമ്മിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ ഇന്ത്യയുടേതാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടേതാണ് ഇന്ത്യ, ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യ, ടിപ്പു സുൽത്താന്റെ ഇന്ത്യ, ഗുരുനാനാക്കിന്റെ ഇന്ത്യ, സ്വാമി വിവേകാനന്ദന്റെ ഇന്ത്യ, നാരായണ ഗുരുവിന്റെ ഇന്ത്യ. രാവിലെ വരെ ഭിക്ഷ യാചിച്ചു നടന്ന് വൈകുന്നേരമാകുമ്പോ പള്ളിയുടെ തെരുവിൽ, പള്ളിയുടെ ആ ഉമ്മറപ്പുഴയിൽ കിടന്നുറങ്ങുന്ന തുളസീദാസിന്റെതാണ് ഇന്ത്യ, കണ്ണന്റെ കനാഥന്റെ കപിലന്റെതാണ് ഇന്ത്യ. ആ ഇന്ത്യയെ തച്ചു തകർക്കാൻ ചില ആളുകൾ വരുമ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗുകാരോട്, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ മഹത്തായ രാജ്യത്തെ, ഈ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന രാജ്യത്തെ, ഈ നന്മ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ മതേതര
കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ ഗൗനിക്കുന്നേ ഇല്ല. ഏതൊരു ഭരണാധികാരിക്കും തുടർ ഭരണം ആഗ്രഹിക്കാൻ എല്ലാ അർത്ഥത്തിലും അർഹതയുണ്ട്. പക്ഷേ പിണറായി വിജയൻ എന്ന കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാൾ, വിപ്ലവകാരി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരാൾ, മതേതരത്തിന്റെ കാവലാൽപടരെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരാൾ ഇവിടെ രാജ്യത്തിനകത്ത്, കേരള സംസ്ഥാനത്തിനകത്ത് ഒരു തുടർഭരണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോ അവർ കൊണ്ടുവരുന്ന അജണ്ട എന്ന് പറയുന്നത് കൃത്യമായി ആളുകൾക്കിടയിൽ ഇസ്ലാമോഫോബിയ എന്ന ഒരു ചിന്ത വളർത്തുക. ആ ചിന്ത വളർത്തി ആ ചിന്തയെ വലുതാക്കി കൊണ്ടുവന്ന് ഹൈന്ദവന്റെ മനസ്സിനകത്ത് വിഭാഗീയത ഉണ്ടാക്കുക. അതിനെന്താണ് ചെയ്യേണ്ടത്? BJP-യുമായി രഹസ്യബന്ധങ്ങൾ ഉണ്ടാക്കുക. അവരെ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ആരും അറിയാതെ സപ്പോർട്ട് ചെയ്യുക. അത് നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ടതാണ്, ഈ പഞ്ചായത്തിൽ കണ്ടതാണ്, കുമ്പളയിൽ കണ്ടതാണ്, മറ്റുള്ള പ്രദേശങ്ങളിൽ കണ്ടതാണ്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. RSS-നെ, ഭാരതീയ ജനതാ പാർട്ടിയെ മാറ്റി നിർത്തേണ്ടത്, അവരെ വിദൂരത്ത് നിർത്തേണ്ടത് അവരെ തല്ലിയിട്ടല്ല, അവർക്കെതിരെ ആയുധം പ്രയോഗിച്ചിട്ടല്ല, അവർക്കെതിരെ അക്രമം നടത്തിയിട്ടല്ല. അവരെ മാറ്റി നിർത്തേണ്ടത് അധികാരത്തിന്റെ വാതിലുകളിൽ നിന്നാണ്. പക്ഷേ പരസ്യമായി പുറത്തു വന്ന് അവർക്കെതിരെ സംസാരിക്കുകയും അവർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ട് രാത്രിയുടെ മറവിൽ ഭരണകൂട ശിലാകേന്ദ്രത്തിലേക്ക് കടന്നു വരാൻ BJP-ക്ക് അവസരമൊരുക്കുന്ന, RSS-ന് അവസരമൊരുക്കുന്ന CPM-ന്റെ ഇരട്ടത്താപ്പിനെയാണ് പുതിയ തലമുറ തിരിച്ചറിയേണ്ടത്. ആ ഒരു ചിന്തയിലൂടെയാണ് ഭരണത്തിലേക്ക് കടന്നു വരാൻ ഇവിടുത്തെ ഇടതുപക്ഷം ശ്രമിക്കുന്നത്. അല്ലാതെ വികസനം പറയാൻ കഴിയില്ല. വികസനം പറഞ്ഞാൽ ആളുകളെ വിശ്വസിക്കില്ല. അഴിമതിയുടെ കൂമ്പാരമാണ്. അതൊക്കെ പിന്നാലെ വരുന്ന പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകന്മാരെ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു പദയാത്രയുമായി കടന്നു വരുന്നത് വെറുതെ വാനിൽ മുദ്രാവാക്യം മുടക്കാനല്ല, വെറുതെ കഥകൾ പറയാനല്ല. ഈ രാജ്യവും ഈ സംസ്ഥാനവും അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതുണ്ടാവാൻ വേണ്ടി പാടില്ല. നമുക്ക് നമ്മുടെ കേരളവും നമ്മുടെ ഇന്ത്യയും തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏർപ്പെടണം. നിങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങണം. LDF-ന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഉറപ്പാണ് LDF എന്നുള്ളതാണ്. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഉറപ്പാണ് LDF തോൽക്കുക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. കാരണം എന്താണ്? അതിനുള്ള പണികൾ അവർ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പല പല നേതാക്കന്മാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അയാളെന്ത് ആഗ്രഹിക്കുന്നത്? തനിക്കെതിരെ സംസാരിക്കുന്ന ഒരല്പം കഴിവുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തുക, കുറച്ച് ആളുകളെ ഉണ്ടാക്കുക, എന്നിട്ട് ഭരണസമിതി ഉണ്ടാക്കുക. ഞാൻ മാത്രം ഒറ്റക്ക് ചൈനയിലുള്ള പ്രസിഡന്റ് ഒക്കെ നിൽക്കുന്നത് പോലെ ഒറ്റക്ക് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പത്രപ്രവർത്തകനെ, ഒരു സെൽഫി എടുക്കാൻ വരുന്നവനെ, ഒരു സൗഹൃദം ഉണ്ടാക്കാൻ വരുന്നവനെ തന്നോടൊന്ന് ചേർത്ത് നിൽക്കാൻ പോലും പറ്റാത്ത ചില ആളുകൾ നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറി വരുന്നതിനേക്കാൾ നല്ലത് പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്ന, പാവപ്പെട്ടവന്റെ വേദനകൾ അറിയുന്ന, നന്മയുടെ രാഷ്ട്രീയത്തെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ല ഭരണസമിതി ഏപ്രിൽ 6-ന് നിങ്ങൾ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോ അത് മനസ്സിലുണ്ടാവണമെന്നും ഈ രാജ്യത്തിന്റെ അകത്തേക്ക് കടന്നു വന്നിട്ടുള്ള RSS-ന്റെ വൈറസ് കേരള സംസ്ഥാനത്തിലേക്ക് കടന്നു വന്നാൽ അഭിമാനബോധത്തോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന ഉജ്ജ്വല ബോധത്തോടുകൂടി മെയ് 2-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോ UDF-ന്റെ ഭരണം തിരിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി നടത്തിയിട്ടുള്ള ഈ ഐതിഹാസികമായിട്ടുള്ള പദയാത്രക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജയ് ഹിന്ദ്. ബഹുമാന്യരായ പ്രഭാഷകന്മാരും നേതാക്കളും സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. മൈൻ കേളോട്ട് അവറുകളാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രഗത്ഭ വാഗ്മിയും മുൻ പുത്തൂർ MLA കൂടിയായ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ എല്ലാമായ നമ്മുടെ ഈ
ബദിയെടുക്ക എണ്ണഗജ പ്രദേശത്തിലെ അക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഷക്കു അക്ക എന്ന് നമ്മൾ ഓമന പേരിൽ വിളിക്കുന്ന ശകുന്തള ഷെട്ടി യൂത്ത് ലീഗിന്റെ ഈ പദയാത്രയുടെ സമാപന പരിപാടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയായി ഇവിടെ എത്തിയിരിക്കുകയാണ്. അവർ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി വളരെ ആദരപൂർവ്വം മേഡത്തിനെ ക്ഷണിക്കുകയാണ്. ഈ ವೇದಿಕೆಡುಪುನಂಚಿನ ಕೆಪಿಸಿಸಿ ಕಾರ್ಯದರ್ಶಿ అయినంಚಿನ ಬಾಲಕೃಷ್ಣರೇ, ಬಹುಶಃ ನಾನು ಈಡ ಬರೋಡೊಂದು ಸಕ್ಕೊಕ್ಕ ನೀವು ಬರಲೇಬೇಕು ಎಂದು ಭಾರಿ ಒತ್ತಾಯ ಮಾಡ್ತದೆ ಲೆತ್ತದ ನಂಚಿನ ಮಾಯಿನ್ರೆ ಅಂಚನೆ ಚಂದ್ರಾಸಳ್ಯರೇ ಬೊಕ್ಕ ವೇದಿಕೆ ಹಿಡಿತನ ಮಾತ ಮೆಗ್ಗಿ ಪಲೆ ಅಣ್ಣ ತಮ್ಮ ನಿಗಲೆ ಪುದರ ಗೊತ್ತಿಜ್ಜಿ ಮನಸ್ಸಲ್ಲ ಪೇರ ಅರಿഞ്ഞില്ല ಮಾತ ಬಂದಿಲ್ಲ ಕೈತಲಿತ್ತನ ದೂರ ಇತ್ತನ ಮಾತ ಮತದಾನ ಇತ್ತನಂಚಿನ ಬಂದಿಲ್ಲ. ನಮ್ಮ ದೇಶನು ಏರೆ ಕೈಟುಕೊಂಡು ನಮ್ಮ ರಾಜ್ಯನು ಏರೆ ಕೈಟುಕೊಂಡು ಪನ್ಪುನ ನಿರ್ಣಯ ಮಲ್ಪನಂಚಿನ ಸಮಯ ಅವೇ ಓಟು ಒಂದು ಪರಿವರ್ತನೆ ಮಲ್ಪನಂಚಿನ ದಿನ. ಇನಿ ಕಿನ್ನಿಂಗಾರುಡ್ದು ಈಡೆ ಮುಟ್ಟ ನಡತೊಂದು ಪಂಡೊಂದು ಬೊಬ್ಬೆ ಬತ್ತೊಂದು ಜನಕಲೇನಿ ಎಚ್ಚರಿಕೆ ಮಂತೊಂದು ಬತ್ತಿರ್ಗೆ ಅಕೇರಿಗಾಡಲು ಒಂಜಿಗಲಿಗೆ ಬರಡು ಈ ಮಣ್ಣದ ಮಗಲ ಈರು ಬನಿ ಪಾತೆರಡು ಬಂಡನಿಕ್ಕೆ ತುಳುಟ್ಟು ಜನಕಲಿಗೆ ಅರ್ಥ ಮಲ್ಪೆರೆ ಬಲೆ ಬಂಡದ ಪ್ರೀತಿಡು ಲೆತ್ತನಿಕ್ಕೆ 5 ನಿಮಿಷ ಪಾತೆರದು ಪೋಯಿಂದು ಬೈದೆ ಬಂದುಲೆ. ನಮ್ಮ ಈ ಓಟು ಬನ್ನಾಗ ತೆರಿಕೊಂಡಿದ್ದ ಈ ದೇಶ ಎಂಚ ಇನಿ ನಮ್ಮ ಓಟು ಪಾಡುವ ಗೆಂದಾವ ನಮನೆ ಆಳುವ ನಮನ ನಮ ಆಳಿಯರೆ ಮಲ್ತನಂಚಿನ ಪೊರ್ತೊಡ್ದು ಇನಿ ಮುಟ್ಟ ತೆರಿಯೊಂಡು ಜಿಂಡ ಏರೋ ಪಂಡೇರು ಏರೋ ಮರಲ್ ಗಟ್ಟ ಬೇರನ್ನು ಪಂಡದು ಓಲೋ ಓಟು ಮಲ್ತಾಂಡ ಐತ ಪರಿಣಾಮ ನಮ್ಮ ಎದುರಿಸಾವನೋ ಇತ್ತೆ ತುಪ್ಪ. ಈ ದೇಶನು ಸ್ವಾತಂತ್ರ್ಯ ಗೋಬಾಡ ಕಾಂಗ್ರೆಸ್ ನಮ್ಮದಾದತ್ತು ವಿದೇಶಿ ವ್ಯಕ್ತಿಗಳಿದ್ದೇ ಪ್ರಾರಂಭ ಆದ ಪುಟ್ಟನಂಚಿನ ಕಾಂಗ್ರೆಸ್ ಹೋರಾಟ ಮಾಡ್ತದ ಈ ದೇಶದ ಸ್ವಾತಂತ್ರ್ಯ ಬರ್ತದೆ. ಇತ್ತೆ ಜನಗಳಿಗೇನು 7 ವರ್ಷ ಕಾಂಗ್ರೆಸ್ ಕೇಂದ್ರ ನಡೀತದೆ ದಾನೆ ಮಲ್ತದೆ ಬಂದಲೇ ನಮ್ಮ ಭಾರಿ ಪಿರಬೋದು 7 ವರ್ಷಡು ಎನ್ನ ಅಪ್ಪೆಮ್ಮಿಂಗ ದಾನೆ ಮಲ್ತೇರಂಜಾರನಲ್ಲ ಕೇಂಡ ಆಯೆ ಪುಟ್ಟನಾಡೆ ಆಲೋಚನೆ ಮಲ್ತದು ಪೋಂಡ ಮಾತ್ರ ಹಣೆ ಬರದು ಪಾಪ ಅಂಚನೆ ಕಾಂಗ್ರೆಸ್ ದಾನೆ ಮಲ್ತನೆ ಕೇನೋಡಾಂಡ ಈ ದೇಶಡು ಇಡೀ ಪರಿವರ್ತನೆ ಮಲ್ತದೆ. ಈ ದೇಶನು ಇಡೀ ಜಾತ್ಯತೀತವಾದ ಮಲ್ತದೆ. ಮಾತೆರ್ಲ ಒಂಜಪ್ಪೆ ಬಾಲೆಲ್ಲ ಲೆಕ್ಕ ಬದುಕೋಡು ಪಂಡದು ತೋಜಾದ ಕೊರ್ನಿ ಕಾಂಗ್ರೆಸ್ ಅಂಚ ಏನಿಟ್ಟು ಇನಿ ನಮ್ಮ ಮಾತೆರ್ಲ ಒಂಜಾದ ಬದುಕದ ಒಂಜಾದ ಬದುಕೋಡು ಎಲ್ಲೆಲ್ಲ ಅಂಚನೆ ಒಪ್ಪೋಡು. ಈ ದೇಶಗೂ ಪಂಚವಾರ್ಷಿಕ ಯೋಜನೆ ಕನತನಿ ಅವು ಕಾಂಗ್ರೆಸ್. ಈ ದೇಶಡು ಆಲೋಚನೆ ಮಲ್ಪಗ ಯಾನೇ ಈ ಉಂಡೆ ಇತ್ತನಾಲೆ ನಮ್ಮ ಬಾಲ್ಯೋಡು ಸಾಧಾರಣ 20 ಮನೆ ಇಸವಿಡ್ದ ದುಂಬು ಮೂಲ ಈತು ಜನ ಇತ್ತ ಕೆಬಿ ಕೊರ್ಪನಾಕಲು ಕುಲ್ಲದ ನಾಕಲು ಉಂತದ ನಾಕಲು ಉಲ್ಲ ಏತು ಜನ ಬ್ಯಾಂಕ್ಗೆ ಹೋಗ್ತಾರೆ. ಏತು ಜನತ ಇಲ್ಲ ಅಂದ ಅಕೌಂಟ್ ಬ್ಯಾಂಕ್ ಇತ್ತಡೆ ದಾಯಬಂಡ ಮಲ್ಲ ಮಲ್ಲ ಲಕ್ಷಾಧಿಪತಿ ಕೋಟ್ಯಾಧಿಪತಿಗೆ ವಿನಃ ಸಾಮಾನ್ಯ 1000 ರೂಪಾಯಿಗಾಗಿ ಬ್ಯಾಂಕ್ಗೆ ಹೋಪನ ಗತಿಯೇ ಇತ್ತಿಚಿ ಅವಕಾಶನೇ ಇತ್ತಿಜಿ. ಇಡೀ ಬ್ಯಾಂಕ್ನ ರಾಷ್ಟ್ರೀಕರಣ ಮಲ್ತದೆ. ಪ್ರತಿಯೊರಿಲ್ಲ ಬ್ಯಾಂಕ್ಗೆ ಪೋಯರೆ ಅವಕಾಶ ಮಲ್ತಗೋರ್ನೆ ಮಾನ್ಯ ಇಂದಿರಾ ಗಾಂಧಿಯಿಂದ ಪನ್ಪುಣೆಯನ್ನು ಪ್ರತಿಯೊರಿಲ್ಲ ತೆರಿಯೋಡು ಅವು ಮಲ್ತನೆ ಕಾಂಗ್ರೆಸ್ ಸರ್ಕಾರ. ಈ ದೇಶಡು ಓಲೋಲೋ ಒಂದೊಂದು ರೈಲು ಬಲಿತೊಂದು ಇನ್ನು ತಂಗಳು ಬಾಯ್ಡ ರೈಲು ಬಿಡುಪೇರತ್ತ ಜನಕಲಿಗೆ ರೈಲು ಉತ್ಪಾದನೆ ಮಾಡಿದ ಆ ಕಾಂಗ್ರೆಸ್ ಸರ್ಕಾರ
ಮಾತಾಡ್ಕೊಡಿಲ್ಲ ಇನ್ನು ಅಭಿವೃದ್ಧಿ ಆಗ್ತಾನೆ ಅಣ್ಣ ಐಕ್ಯ ಕಾರಣ ಕಾಂಗ್ರೆಸ್ ಪ್ರತಿ ಏರಿಯಾಗಲ ಮಲ್ಲಾಯನ ಭೂಮಿನ ದೆತ್ತದ ಬಡವಾಗ ಕೊರ್ನಂಚಿನ ಒಂಜಿ ಸರಕಾರ ಆಯ್ತನ ಕಾಂಗ್ರೆಸ್ ಮೂಲಿ ಏತು ಕೊಡ್ತಿರಂದು ಗೊತ್ತುಜ್ಜಿ ಎಂಕ್ಲೆವಲಾಂಡ ಬಡವಾಗ ಇಂದಿರಾ ಕ್ಯಾಂಟೀನ್ ಉಪ್ಪು ಅನ್ನಭಾಗ್ಯ ಉಪ್ಪು ಧರ್ಮದಾರಿ ಉಪ್ಪು ಪೇರುಪ್ಪು ಮಾತಾಬಿಡ್ದು ಜೋಕ್ಲಿಗೆ ಶೂ ಉಪ್ಪು ಪ್ರತಿಯೊಂದಿಲ್ಲ ಕೊರನು ಕಾಂಗ್ರೆಸ್ ಇನ್ನು ಬಂದುಲೆ ಎಂಗ್ಲು ಪೊಂಜನಾಕ್ಲಿ ಮಕ್ಕಳಲ್ಲೇ ಸ್ಟೇಜ್ ಮಾತೆಲ್ಲ ನಿಕ್ಲೆ ಇಲ್ಲೆಲ್ಲ ಒಂಜೊಂಜಿ ಪೊಂಜು ಒಳ್ಳೇರು ಅಡಿಗೆದ ಕೋಣೆಗೆ ಪೋಯರೆ ಗೊತ್ತುಜ್ಜಿ ಮುಂಚಿಗೆ ನಮ್ಮ ಮಾತ ಕೋರಿ ಮೀನು ತಿನ್ಪುಣಾಕ್ಲಿ ಮುಂಚಿಗೆ ದುಂಬು ಓಲ 5 ವರ್ಷ 6 ವರ್ಷ ಇತ್ತನ ರೇಟ್ ಸರಿ ಡಬ್ಬಲ್ ಆತಲ್ಲ ಪ್ರತಿ ಒಂಜಿ ಸಾಮಾನುಗಳ ಏನ ಪ್ರತಿ ಅವು ಬಿಡ್ಲೆ ಮಾತಾಡ್ದು ಈ ಇತ್ತದ ಜವನೇರು ಅಕ್ಲೆ ಲಕ್ಕೆರೆ ತೀರ್ಜಿನಲ್ಲ ಬೆನಿಯರೆ ತೀರ್ಜಿನಲ್ಲ 2 ವೀಲರ್ ಒಂಜಿ ಬೋರ್ಡು ಅತ್ತನ ಪರತ್ತಾಣಲ ಒಂಜಿ ಕಾರು ಬೋರ್ಡು ಆ ಕಾರು ಧರ್ಮಗು ಬಲಿಪುಜಿ ಐಕ್ ಪೆಟ್ರೋಲ್ ಡೀಸೆಲ್ ಮೈಪೋಡು ಅವು ಇತ್ತೆ ರೇಟ್ ದಿನಕ್ಕೆ ಏರೊಂದು ಪೋತುಂಡು ನೂದಕ್ಕೆ ನಾನೊಂಜಿ 10 ದಿನ ಅಟ್ಟ 100 ರೂಪಾಯಿಗೆ ಬರ್ತದೆ ಎಂಕಲೊಂಜಿ ಆಲೋಚನೆ ಮಾಡಲ್ಲ 100 ರೂಪಾಯಿ ಆಯ್ನಾಣಿ ಮಾತ ಪೆಟ್ರೋಲ್ ಬ್ಯಾಂಕ್ ಪೋದು ಸ್ವೀಟ್ ಬರ್ತೀನಿ ದಯಬಣ್ಣ ಭಾರಿ ಎಡ್ಡೆಲ್ಲಿನ ಅವಸ್ಥೆ ಈ ದೇಶದ ಅಧಿಕಾರಕ್ಕೆ ಬೈದಿನ ಬಂಪರತ್ತ ಚಾಕ್ಲೇಟ್ ತಿನ್ಲಿ ಅಂಚಾಣಲ್ಲ ಅವರ ಕಮ್ಮಿ ಮಲ್ಪೇರ ತೂಕ ಏನ ಕೆಲವು ಜವನೇರಿಗೆ ಬುಕ್ಕಲು ಎಲ್ಲಿ ಮರಲ್ಲ ಎಂಜಿನ ಮಂಡ ಏತ್ತು ಬೋರ್ಡ್ ಅಂಡಲ್ಲ ಆವಡು ಪೆಟ್ರೋಲ್ ಓದುದಾಯೇ ಒಂದು 200 ದಾಂಡಲ್ಲ 500 ದಾಂಡಲ್ಲ ಎಂಕುಲು ಕೊರಿಯರ್ ತಯಾರು ವಾಟ್ಸಪ್ ತೋಡು ಐಕೆಂಕ್ಲು ರೆಡಿ ಹೌದಾಯೇ ದೇಶ ಪ್ರೇಮದ ಸಂಕೇತ ಯಾನ್ ಬಂದ್ಬಿಡಿ ಊರುಡು ಒಂದೊಂದು ದೇಶ ಪ್ರೇಮದ ಮುಂದೆ ಒಂದೇ ಪೆಟ್ರೋಲ್ ಬಂಕ್ ಮಲ್ಪನೆ ದೇಶ ಪ್ರೇಮ ಇತ್ತನ ಹಾಕಲಿ ಲೀಟರ್ಗೆ 500 ರೂಪಾಯಿ ಕೊರ್ಸೌಲ್ದಿಂದ ಎಂಕ್ಲೆಲ್ಲ ಕಣ್ಣ ಪಾಪದ ಹಾಕಲಿ ಸಾಮಾನ್ಯ ರೈನ್ ಹಾಕಲಿ ಆ ಓಲು ಕಮ್ಮಿ ಉಂಡಾವುಲು ಹೋದು ಪಾಡೋನು ದೇಶ ಪ್ರೇಮದ ಹಾಕಲಿಗೆ ಒಂಜಿ ಎಂಕ್ಲೆಲ್ಲ ಕೈ ದೇಶನೇ ಲೋಕನೇ ಇಚ್ಚಂದೆ ಅಪನಂಚಿನ ಬಡವರಿಗೊಂಜಿಂದ ಮಲ್ತರಡ നിക്കലെ ദേശപ്രേമത ഹണമര എതിർകൂറുന്നു. നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടി ബദിയടുക്കയുടെ അഭിമാനമായി മാറിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ വിഘ്നേശ്വര ഭട്ടിന്റെ മകൻ ഡോക്ടർ സുഭാഷിനെ ഇവിടെ യൂത്ത് ലീഗ് ആദരിക്കുകയാണ്. ഡോക്ടർ സുഭാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് വിഘ്നേശ്വര ഭട്ടിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ അഭിമാനമായി മാറിയ സുഭാഷ്, ഡോക്ടർ സുഭാഷ് വിഘ്നേശ്വര ഭട്ടിന്റെ മകൻ. ഇതിഹാസ താരം ബാലകൃഷ്ണ പെരിയ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എത്രയും ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മാഹിൻ കേളോട്ട്, സ്നേഹം നിറഞ്ഞ യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും മറ്റൈക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രിയങ്കരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല. നിസ്കാരത്തിനുള്ള സമയം ഏകദേശം 6:35 എന്ന് തോന്നുന്നു. ഈ സമയത്തിനിടയിൽ ഒരു ദീർഘമായ രാഷ്ട്രീയ പ്രസംഗം തീർച്ചയായും നടക്കില്ല എന്ന് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ അറിയാം. അതല്ലെങ്കിലും പ്രസംഗത്തെക്കാൾ കൂടുതൽ പ്രവർത്തന പദത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഇവിടെ എത്തി നിൽക്കുന്നത്.
നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്ത മാസം 6-ാം തീയതി മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ത്വരിതഗതിയിൽ നടന്നു വരികയാണ്. നമ്മുടെ മറുഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ആ പ്രക്രിയ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ മുമ്പെല്ലാം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിട്ട് കാണാനും അവരോട് വോട്ട് അഭ്യർത്ഥിക്കാനുമുള്ള സാഹചര്യം വളരെ കുറവുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നേരത്തെ ഈ വോട്ടെടുപ്പ് കാലം എന്ന് പറയുന്നത് പെരുന്നാളുകളുടെയും കല്യാണങ്ങളുടെയും കളിയാട്ടങ്ങളുടെയും മറ്റ് നിരവധി ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ ഒരു സമയമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം എവിടെയുമില്ല. കൊറോണ എന്ന മഹാമാരി ലോകത്തെല്ലാ സ്ഥലത്തും കുറഞ്ഞു വരുമ്പോഴും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ പാർക്കുന്ന ഒരു സ്റ്റേറ്റായി, ഇന്ത്യയിലെ 40% കോവിഡ് രോഗികളും അധിവസിക്കുന്ന ഒരു സംസ്ഥാനമായി ഈ കേരളം മാറി നിൽക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള ജില്ലകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ അതിൽ ആദ്യത്തെ 10 ജില്ലകളിൽ 7 ജില്ലകളും ഈ കേരളത്തിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് കോവിഡിന്റെ മറവിൽ രാഷ്ട്രീയ അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തുന്നത്. പക്ഷേ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും നമുക്ക് വലിയ പോരാട്ടം നടത്തേണ്ടി വന്നിരിക്കുകയാണ്. ആ രണ്ടു പാർട്ടികളുടെയും പ്രത്യേകത നിങ്ങൾക്കറിയാം. രണ്ടാളുടെയും കയ്യിൽ ഭരണമുണ്ട്. ബിജെപിയുടെ കയ്യിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളുമുണ്ട്. CPM-നെ സംബന്ധിച്ച് സംസ്ഥാന ഭരണകൂടം അവരുടെ കൂടെ നിൽക്കുകയാണ്. അവരുടേതാണ് സംസ്ഥാന ഭരണകൂടം. അപ്പൊ ഭരണവും സൗകര്യങ്ങളും സകലമാന സംവിധാനങ്ങളുമുള്ള രണ്ടു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ആ രണ്ടു രാഷ്ട്രീയ പാർട്ടികളോടും ജനാധിപത്യ ഗോതയിൽ പോരാടാനുള്ള ഉറച്ച ആത്മവിശ്വാസവുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. അധികാരമില്ലെങ്കിലും അന്വേഷണ ഏജൻസികൾ ഇല്ലെങ്കിലും ഈ സംസ്ഥാനത്തിനകത്ത് അത്യുജ്വലമായ പോരാട്ടം നടത്താനും ആ പോരാട്ടത്തിലൂടെ ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാനും കേരളത്തിലെ ജനതയ്ക്ക് സാധിക്കും എന്ന് പറയുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. കേരളത്തിലെ യുവജനങ്ങൾ ഈ സർക്കാരിനെതിരാണ്. കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഈ സർക്കാരിനെതിരാണ്. കാരണം എന്താ? എല്ലാ സ്ഥലങ്ങളിലും പിൻവാതിൽ നിയമനം നടക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ അഭിമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മാട്രിമോണിയൽ പരസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വെബ്സൈറ്റുകളിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പെൺകുട്ടികളെല്ലാം രാഷ്ട്രീയക്കാരെ അന്വേഷിക്കുകയാണ്. പണ്ടൊക്കെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കല്യാണം കഴിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരനാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും വീട്ടിലേക്ക് പോയാൽ നമുക്കൊരു പെൺകുട്ടിയെ സമ്മാനിക്കാൻ ആ കുടുംബാംഗങ്ങൾ വളരെയധികം വിമുഖത കാണിക്കും. കാരണം എങ്ങനെയാണ് ഇവൻ ജീവിച്ചു പോവുക, എങ്ങനെയാണ് എന്റെ മകളെ വളർത്തുക എന്നുള്ളൊരു ആശങ്ക പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് മാട്രിമോണിയൽ കോളങ്ങൾ നോക്കിയാൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാരെ അന്വേഷിക്കുന്നത്? ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരിൽ ലീഗുകാരില്ല, കോൺഗ്രസുകാരില്ല, BJP-കാരൊന്നുമില്ല. എല്ലാവരും അന്വേഷിക്കുന്നത് DYFI-കാരനുണ്ടോ എന്നാണ്. എന്താ കാര്യം? കല്യാണം കഴിച്ച DYFI-കാരന്റെ ഭാര്യയായി മാറിയാൽ PSC പരീക്ഷ എഴുതാതെ UPSC പരീക്ഷ എഴുതാതെ പിൻവാതിലൂടെ ജോലി ലഭിക്കുമെന്നുള്ള ഉറപ്പ് രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം അവരുടെ മുമ്പിൽ ധാരാളം ഉദാഹരണങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. എൻ ഷംസീർ എന്ന് പറയുന്ന തലശ്ശേരിയുടെ MLA,
അദ്ദേഹത്തിന്റെ ഭാര്യ ഷഹാന ജോലി ചെയ്യുന്നത് കണ്ണൂർ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലാണ്. PSC എഴുതിയിട്ടല്ല, യൂണിവേഴ്സിറ്റിയിലെ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതിയിട്ടല്ല, പിൻവാതിലൂടെ ഷഹീറിന്റെ ഭാര്യയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയിട്ടുള്ള KK രാഗേഷ്, ആ രാഗേഷിന്റെ ഭാര്യ പ്രീത വർഗീസ്, അവർ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഡീൻ പദവിയിൽ ഇരിക്കുകയാണ്. ഡീൻ പദവിയിൽ പ്രമോഷൻ ലഭിച്ചു പോയതല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന പിൻവാതിൽ നിയമനത്തിന്റെ ഭാഗമായി പിണറായി വിജയന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകിയ പോസ്റ്റാണ് ഡീൻ. നിങ്ങൾ ചാനൽ നോക്കിയാൽ ആനത്തല വട്ടം ആനന്ദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും. ആ ആനത്തല വട്ടം ആനന്ദൻ വന്നിട്ട് പറയുന്നതെല്ലാം ആദർശ രാഷ്ട്രീയമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ജീവാനന്ദ് എന്ന് പറയുന്ന മകൻ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തെത്തിയത് പരീക്ഷ എഴുതിയിട്ടല്ല, മത്സരത്തിൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടല്ല. ആനത്തലവട്ടം ആനന്ദൻ എന്ന് പറയുന്ന CPM-കാരന്റെ മകൻ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. കോലിയക്കോട് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ മകന്റെ പേര് നിങ്ങൾക്കറിയാം, B. ഉണ്ണികൃഷ്ണൻ. ആ B. ഉണ്ണികൃഷ്ണൻ ഇന്ന് കിൻഫ്രാം പാർക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ പദവിയിൽ ഇരിക്കുന്നത് പരീക്ഷ എഴുതിയിട്ടല്ല, കോലിയക്കോടിന്റെ മകൻ എന്നുള്ളത് കൊണ്ടാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു ഐഫോൺ കാണാതായാൽ അവിടെ പോയി അന്വേഷിച്ചാൽ അത് കിട്ടും. കഞ്ചാവ് ഈ നാട്ടിൽ എവിടെയും കിട്ടിയില്ലെങ്കിൽ ആ വീട്ടിൽ പോയാൽ കിട്ടും. ഏതെങ്കിലും ബാറിൽ ഡാൻസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കാണാതായാൽ ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് പോയാൽ കിട്ടും ആ വീട്ടിൽ. ഈ നാട്ടിൽ നടക്കുന്ന സകലമായ സദാചാര പ്രവർത്തനങ്ങൾ, സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, എല്ലാ തെറ്റായ പ്രവർത്തനങ്ങൾ, എല്ലാ കള്ളക്കടത്തുകൾ, അതിന്റെ എല്ലാം പ്രഭവ കേന്ദ്രമായി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ വീട് മാറി. ആ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ പേര് വിനോദിനി എന്നാണ്. വിനോദിനിക്ക് ഒരു ആങ്ങളയുണ്ട്. ആ വിനോദിനിയുടെ ആങ്ങളയുടെ പേര് വിനയകുമാർ എന്നാണ്. വിനയകുമാർ ഇന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ പരീക്ഷ എഴുതിയിട്ടല്ല. ഈ രാജീവിനെ നിങ്ങൾക്കറിയാലോ, ഇപ്പൊ പുതിയ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ സ്ഥാനാർത്ഥിയാകേണ്ട സ്ഥലത്ത് കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞ് ഇത്രയും കാലം പോറ്റി വളർത്തിയ കളമശ്ശേരിയുടെ മണ്ണിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി രാജീവ് പോകുമ്പോ അവിടെ പുതിയ ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കാണാതായപ്പോ അവിടുത്തെ വിരലുകളെല്ലാം ചൂണ്ടിക്കാണിച്ച് പാർട്ടി പുറത്താക്കിയ വ്യക്തിയുടെ പേരാണ് സക്കീർ ഹുസൈൻ. ആ സക്കീർ ഹുസൈന്റെ ഗോഡ് ഫാദർ P. രാജീവ് ഇവിടെ മത്സരിക്കേണ്ട എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ രാജീവിന്റെ ഭാര്യ കൊച്ചിൻ സർവകലാശാലയിൽ ജോലി ചെയ്യുന്നു. ആരാണ് ജോലി കൊടുത്തത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പരീക്ഷ പാസ്സായിട്ടാണോ? കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി പാസ്സായിട്ടാണോ? അല്ല. അങ്ങനെ കേരളത്തിൽ നിങ്ങൾ MP രാജേഷിന്റെ ഭാര്യയെ നോക്കിയാൽ, രാജീവിന്റെ ഭാര്യയെ നോക്കിയാൽ, ഷംസീറിന്റെ ഭാര്യയെ നോക്കിയാൽ, KK രാഗേഷിന്റെ ഭാര്യയെ നോക്കിയാൽ, കോടിയേരി ബാലകൃഷ്ണന്റെ അളിയനെ നോക്കിയാൽ, ആനത്തലവട്ടമാനന്ദന്റെ മകനെ നോക്കിയാൽ, കോലിയക്കോട് കൃഷ്ണൻ നായരുടെ മകനെ നോക്കിയാൽ, കേരളത്തിലെ സകല ജാതി CPM-ന്റെ MLA-മാരും നേതാക്കന്മാരും പാർട്ടി കുടുംബാംഗങ്ങളെയും ഭാര്യമാരെയും സഹോദരിമാരെയും കയറ്റിയിരിക്കുക പിൻവാതിലൂടെ. ഒരു ദിവസം തിരുവനന്തപുരത്ത് പോയപ്പോ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം സെക്രട്ടേറിയറ്റ്. ആ സെക്രട്ടേറിയറ്റിന് ചുറ്റും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സമരം ചെയ്യുകയാണ്. ജീവിതത്തിൽ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സമരം. മുട്ടിലിടഞ്ഞ് സമരം നടത്തുന്നു, ശയന പ്രദക്ഷിണം നടത്തുന്നു. 45 ഡിഗ്രി സെൽഷ്യസിൽ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നൂറുകണക്കിന് ചെറുപ്പക്കാർ ചോരയൊലിപ്പിച്ച് ആ രാജവീതിയിൽ സമരം ചെയ്യുമ്പോ ആ സമര സഖാക്കളെ ഒന്ന് നോക്കാൻ, ആ സമരത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല. കേരളത്തിന്റെ മന്ത്രിമാർ തയ്യാറായില്ല. കേരളത്തിന്റെ CPM നേതാക്കന്മാർ തയ്യാറായില്ല. ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ രാജകുമാരൻ ശ്രീ രാഹുൽ ഗാന്ധി ആ വേദിയിലേക്ക് പാഞ്ഞു പോയതിന് ശേഷമാണ് ഉദ്യോഗസ്ഥന്മാരെങ്കിലും വന്ന് ചർച്ച ചെയ്തത്. അപ്പൊ നമ്മൾ കാണുന്നത് എന്താ?
ഈ സർക്കാരിനെ വിശ്വസിച്ച് അധികാരത്തിൽ എത്തിച്ച, ഈ സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരെ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അതികഠിനമായി അധ്വാനിക്കുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരെ എല്ലാം നോക്കുകുത്തികളാക്കി സ്വജനപക്ഷപാതം നടത്തി പിണറായി വിജയൻ. 450 ആളുകൾക്കാണ് ഇത്തരത്തിൽ ജോലി നൽകിയത്. പിണറായി വിജയനെ ചിരിക്കാൻ പഠിപ്പിച്ച്, പിണറായി വിജയനെ നല്ലവനാക്കി മാറ്റാൻ ശ്രമിച്ചവർ, പിണറായി വിജയന്റെ വാക്കുകളും ഭാഷകളും മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച 18 ചെറുപ്പക്കാർ, ആ 18 ചെറുപ്പക്കാർ ഇന്ന് സീഡിറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ താൽക്കാലിക ശമ്പളത്തിൽ ജോലി ചെയ്തു. ആ 18 പേരും പിണറായി വിജയന് ജോലി ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ സ്ഥിരപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ചെറുപ്പക്കാർക്ക് നീതി നൽകാത്ത ഒരു സർക്കാർ, ചെറുപ്പക്കാരെ പോസ്റ്റർ ഒട്ടിക്കാനും കോൺഗ്രസുകാരന്റെയും ലീഗുകാരന്റെയും കൈവെട്ടാനും കാലുവെട്ടാനും കൊലപാതക രാഷ്ട്രീയത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന CPM അതേ ചെറുപ്പക്കാരെ ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ മാറ്റി നിർത്തി സ്വന്തക്കാരെ കയറ്റി ആഘോഷം നടത്തുകയാണ്. നിങ്ങൾ ഓർമ്മിക്കണം, 1950 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുകടം അത് 1,65,000 കോടി രൂപയാണ്. പക്ഷെ പിണറായി വിജയൻ 5 വർഷം ഭരിച്ചപ്പോ അത് ഇരട്ടിയാക്കി. 1,65,000 കോടി രൂപ എന്ന് പറയുന്ന കണക്ക് ഇന്ന് കേരളത്തിൽ 3,40,45,000 കോടി രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. 5 വർഷം കൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ പൊതുകടം ഇരട്ടിയാക്കി. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോ നിങ്ങളുടെയും എന്റെയും പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊതുകടം എന്ന് പറയുന്നത് 93 കോടി രൂപയാണ്. ഓരോ ദിവസവും 93 കോടി രൂപ ഈ കേരള സംസ്ഥാനത്തിന്റെ കടമാക്കി മാറ്റി. കടക്കണിയിലൂടെ ആഘോഷം നടത്തി കോടിക്കണക്കിന് രൂപ പരസ്യമേഖലയിൽ ചെലവഴിച്ച്, കോടിക്കണക്കിന് രൂപ ഊരാളിങ്കിൽ ഉൾപ്പെടെയുള്ള സൊസൈറ്റികൾ വഴി ദൂർത്തടിച്ച് ഈ സംസ്ഥാനത്തെ മുച്ചൂടും മുടിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ മുന്നണി അടുത്ത 5 വർഷം കൂടി കേരളത്തിലുണ്ടായാൽ ഏകാധിപത്യവും ധിക്കാരവും സ്വജനപക്ഷപാതവും തന്റെ കൈ മുതലാക്കി മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ ഈ കേരളത്തിന്റെ മണ്ണിൽ അടുത്ത 5 വർഷക്കാലം ഭരിച്ചാൽ ഈ കേരളം എങ്ങോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. മറുഭാഗത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർശക്തിയായി നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകന്മാരോട് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക? എങ്ങനെയാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബാന്ധവമുണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്കാരന് സാധിക്കുന്നത്? ഞങ്ങൾ വരുന്ന പഞ്ചായത്ത്, പുല്ലൂർ പെരിയ പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ ഇതാ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു. കൊള്ളക്കട എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ നിങ്ങൾക്കൊരു ബോർഡ് കാണാം. ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് മുട്ടിൽ ഭാസ്കരൻ മെമ്മോറിയൽ ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ. ആരാ മുട്ടിൽ ഭാസ്കരൻ? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകൻ. ആ മേഖലയിൽ ഒരു തട്ടുകട നടത്തി ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടുംബത്തെ പോറ്റി വളർത്താൻ കഠിനാധ്വാനം നടത്തിയ ഒരു ചെറുപ്പക്കാരൻ ഭാരതീയ ജനതാ പാർട്ടിക്കാരനാണ് എന്നുള്ളതിന്റെ പേരിൽ കൊലപ്പെടുത്തി CPM. അമ്പലത്തറയിലെ പോസ്റ്റ് മാസ്റ്ററുടെ പേര് ദാമോദരൻ എന്നാണ്. ആ ദാമോദരൻ എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കാരനായ പോസ്റ്റ് മാസ്റ്റർ, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതും ഭാരതീയ ജനതാ പാർട്ടിയല്ല, CPM ആണ്. നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, CPM കൊല നടത്തി ഇല്ലാതാക്കി എത്ര ചെറുപ്പക്കാർ, CPM അക്രമം നടത്തി പ്രവർത്തനത്തെ നിങ്ങൾ ഇല്ലാതാക്കി എത്ര ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ. തിരിച്ചും അങ്ങനെയല്ലേ? ആരാണ് കുമ്പള ഭാസ്കര കുമ്പള?
BJPയുടെ കേന്ദ്രങ്ങളിൽ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടാക്കാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ കൊന്ന് താഴെയിട്ട ചെറുപ്പക്കാരനല്ലേ ഭാസ്കര കുമ്പള? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ എന്താ ബദിയടുക്കയിൽ ഉണ്ടാക്കിയത്? ഈ ബദിയടുക്കയുടെ മണ്ണിൽ വെച്ച് ഞാൻ സംസാരിക്കുമ്പോ ഇടനെഞ്ചിൽ കൈവച്ച് ഇവിടത്തെ BJPക്കാരനും ഇവിടത്തെ CPM-കാരനും സംസാരിക്കാൻ സാധിക്കുമോ? CPM ഇവിടത്തെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടുകളിൽ കയറി ഭാരതീയ ജനതാ പാർട്ടിയെ തടുക്കാനും തകർക്കാനും കഴിയുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനം ഞങ്ങളാണ് എന്ന് അഭിമാനിക്കുന്ന CPM-ന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും പറയാൻ സാധിക്കുമോ? നിങ്ങൾക്ക് BJP-യുമായി ബന്ധമില്ല എന്ന് ബദിയടുക്കയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ആർക്കനുകൂലമായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത്? BJP-യും CPM-ഉം ഒന്നായില്ലേ? ഇല്ലേ? മഞ്ചേശ്വരത്തിൽ CPM-ഉം BJP-യും ഒന്നായില്ലേ? കുമ്പള പഞ്ചായത്തിൽ BJP-യും CPM-ഉം ഒന്നായില്ലേ? അപ്പൊ നേതാക്കന്മാർക്ക് ഒന്നാകാൻ പാകത്തിൽ ഒരു പാർട്ടിയായി CPM-ഉം BJP-യും പോകുന്നു എന്ന് നാഴികക്ക് 40 വട്ടം ഞങ്ങൾ പറഞ്ഞപ്പോ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ വിശ്വസിച്ചില്ല, ഈ നാട്ടിലെ സമുദായ സംഘടനകൾ വിശ്വസിച്ചില്ല. അവരെല്ലാം കരുതി പിണറായി വിജയനാണ് ശരിയെന്ന്. പക്ഷേ ഇതാ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ണൂർ ജില്ലയിലെ തില്ലങ്കേരി എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടത്, നിങ്ങളുടെ ഈ ബദിയടുക്ക പഞ്ചായത്തിൽ കണ്ടത്, നമ്മൾ ഈ മഞ്ചേശ്വരത്തും കുമ്പളയിലും കണ്ടത് CPM-ഉം BJP-യും തമ്മിലുള്ള സെമി ഫൈനൽ റൗണ്ടിലുള്ള ഒരു ഐക്യമാണ്. ഐക്യം ഫൈനൽ റൗണ്ടിലേക്ക് പോവുകയാ. ശ്രീ എന്നെ നെല്ലിക്കുന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരുമ്പോ ഫൈനൽ റൗണ്ടിൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയും CPM-ഉം ഒന്നായി മാറും. ഇവിടത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. മതേതരത്വം പറയാനും ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഈ നാട്ടിലൂടെ നടന്നു പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരും. നിങ്ങൾ ആലോചിക്കണം, BJP-യും CPM-ഉം ഒന്നായാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താ? ചെകുത്താനും കടലും ഒന്നായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ എന്തു ചെയ്യും കേളട്ടെ നമ്മൾ? അത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ, അത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ ജനാധിപത്യത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ CPM-ഉം BJP-യും കച്ചകെട്ടി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇതിന് രണ്ടിനെതിരെയും ഐക്യജനാധിപത്യ മുന്നണി പോരാട്ടം നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടു ശക്തികളും ഒന്നായി മാറി കേരളത്തിന്റെ മതേതരത്വം തകർക്കാൻ, കേരളത്തിന്റെ സമാധാന ജീവിതം തകർക്കാൻ, കേരളത്തിന്റെ വികസനം തകർക്കാൻ മുന്നോട്ട് പോകുമ്പോ അതിനെ ചെറുക്കാൻ, അതിനെ തടുക്കാൻ, ഈ സംസ്ഥാനത്തിന്റെ ജനാധിപത്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ അതിന് സാധിക്കുന്ന ഏക പ്രസ്ഥാനം ഐക്യജനാധിപത്യ മുന്നണിയാണ് എന്ന് ഈ പൊതുസമൂഹത്തെ അറിയിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പദയാത്ര നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെ, ഈ നാട്ടിലെ പൊതുജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെ ഉജ്ജ്വലമായ പദയാത്ര നടത്തിയ ഇവിടുത്തെ യൂത്ത് ലീഗിന്റെയും പ്രിയങ്കരായ സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒരിക്കൽ കൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. മുസ്ലിം യൂത്ത് ലീഗിന് വേണ്ടി സ്നേഹോപഹാരം നൽകാൻ വേണ്ടി ബാലകൃഷ്ണ പെരിയാവർകളെ ക്ഷണിക്കുന്നു. ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് മെമ്പർ ഹമീദ്, 11-ാം വാർഡ് ചെടേക്കാൽ നിന്ന് ജനപ്രതിനിധി മെമ്പർ സെമീന. ഇവിടെ 2 കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൂട്ടി കൊലപ്പെടുത്തി നീതിക്ക് വേണ്ടി നമ്മൾ ഒരുപാട്
ത്യാഗം ചെയ്ത് ബഹുമാനപ്പെട്ട കേരള സർക്കാർ പിണറായി വിജയനോട് ന്യായം നീതി ചോദിച്ചതിന് പോയ ആൾക്കാരെ പ്രിയങ്കരനായ കാസർഗോഡിന്റെ പ്രിയപ്പെട്ട MLA എന്നെ നെല്ലിക്കുന്നവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കും. സദസ്സിലുമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ കർമ്മ ഭടന്മാരെ, നാട്ടുകാരെ, സഹോദരന്മാരെ, മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും ഇന്ന് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പള്ളത്തെടുക്കയിൽ നിന്ന് ആരംഭിച്ച പദയാത്രയുടെ സമാപനമാണ് ഈ ബദിയടുക്ക ടൗണിൽ ഇപ്പോൾ നടക്കുന്നത്. പ്രസംഗങ്ങൾ കുറേ നടന്നു. ഇനി ഉദ്ഘാടനവും അതുപോലെ തന്നെ നന്ദി പ്രകടനവും മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനൊരു വലിയ പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കാസർഗോഡ് നിയോജക മണ്ഡലം ഭാരവാഹികളെയും അതുപോലെ തന്നെ ഈ പദയാത്രയിൽ രാവിലെ മുതൽ ഈ കഠിന വെയിലിൽ കിലോമീറ്ററോളം നടന്ന് ഈ ബദിയടുക്കയിൽ എത്തി ഇപ്പോൾ ക്ഷീണിച്ച് തളർന്നിട്ടുള്ള യൂത്ത് ലീഗിൻ്റെ കർമ്മ ഭടന്മാരെയും രാവിലെ ഈ പദയാത്രയിൽ പങ്കെടുത്ത നേതാക്കന്മാരെയും അതുപോലെ തന്നെ പ്രവർത്തകന്മാരെയും ഞാൻ കണ്ടിരുന്നു. അവരുടെ കവിൾത്തടം രാവിലെ കാണുമ്പോൾ നല്ല ചുവപ്പിലായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും കവിൾത്തടം മുഖം കറുത്ത് ഇരുണ്ടിരിക്കുന്നു. അപ്പോൾ എത്രമാത്രം പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടാണ് യൂത്ത് ലീഗ് ഈ പദയാത്ര നടത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. തങ്ങളുടെ മുഖത്ത് എത്ര കറുത്ത പാടുകൾ വന്നാലും തിരക്കേടില്ല. കേരളത്തിൻ്റെ സുന്ദരമായ മുഖത്ത് ശ്രീ പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ള കറുത്ത പാട് എന്നേക്കുമായി മായ്ച്ച് കളയുന്നതിന് വേണ്ടിയാണ് യൂത്ത് ലീഗ് ഈ പദയാത്ര നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എന്തുകൊണ്ടാണ് LDF പറയുന്നത് പോലെ തുടർഭരണം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും എന്നതിനെക്കുറിച്ചൊക്കെ ഇവിടെ നേതാക്കന്മാർ വിശദീകരിക്കുകയുണ്ടായി. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ നടന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഉദ്ഘാടന മഹാമായിരുന്നു. 5 ലക്ഷം ഉറുപ്പിക ചെലവഴിച്ച് അല്ലെങ്കിൽ 1 ലക്ഷം ഉറുപ്പിക ചെലവഴിച്ച് ഏതെങ്കിലും പ്രദേശത്ത് ഒരു കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ആ കക്കൂസ് എന്ന് തെരഞ്ഞുപിടിച്ച് അതിൻ്റെ ഉദ്ഘാടനം പോലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് നിർവഹിക്കാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യം. വളരെ തത്രപ്പാടാണ് അദ്ദേഹം ആ കാര്യത്തിൽ കാണിച്ചത്. ഒരു ഉദാഹരണം, കാസർഗോഡ് നഗരത്തിൽ 5 ലക്ഷം ഉറുപ്പിക ചെലവഴിച്ച് ഒരു റോഡ് പണിതിരുന്നു. ആ വകുപ്പ്, ആ റോഡ് പണിത വകുപ്പ് എന്നോട് പറഞ്ഞു ഇന്ന ദിവസം ആ വകുപ്പ് മന്ത്രി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു, MLA ഓൺലൈനിൽ വരണം എന്ന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ വരുന്നില്ല എന്ന്. ഞാൻ അറിഞ്ഞത് മന്ത്രി ആ 5 ലക്ഷം ഉറുപ്പിക ചെലവഴിച്ച് നിർമ്മിച്ച റോഡിൻ്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു എന്നതാണ്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പഠിച്ച ആളുകളാണ് ഈ വേദിയിലും സദസ്സിലും അധികമുള്ളത്. കാസർഗോഡ് പാക്കേജിൽ നിന്ന് 10 ലക്ഷം ഉറുപ്പിക അനുവദിച്ചു. അത് ഞാനാണ് കാസർഗോഡ് പാക്കേജിൽ അതിൻ്റെ പ്രപ്പോസൽ കൊടുത്തത്. ഈ പെൺകുട്ടികൾക്ക് വിശ്രമിക്കാൻ ഒരു മുറി ഉണ്ടാക്കിയിരുന്നു, റിട്ടയറിംഗ് റൂം. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു ഓൺലൈനിൽ. അതേ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഒരു കിച്ചൺ ഉണ്ടാക്കിയിരുന്നു, കാസർഗോഡ് പാക്കേജിൽ നിന്ന് പണം വിനിയോഗിച്ചുകൊണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത്. UDFൻ്റെ കാലത്ത് ആരംഭിച്ച
പല പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചത് ഈ LDF-ന്റെ കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതല്ലാതെ ഈ ജില്ലയിൽ മറ്റ് വലിയ പദ്ധതികളൊന്നും ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഈ സർക്കാരിൻ്റെ ആ കാലത്ത് നടന്നിട്ടുള്ള അഴിമതികളെക്കുറിച്ചും സ്വജനപക്ഷപാതത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. യൂത്ത് ലീഗ് കർമ്മോത്സുകരായ യുവാക്കളാണ് ഈ പദയാത്ര നടത്തിയത്. ഞാൻ വിചാരിക്കുന്നു ഈ പദയാത്ര കോവിഡ് കാലമാണ്, കഠിനമായ അസഹനീയമായ ചൂടാണ്, പലവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ട്. ആ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ സഹിച്ച് യൂത്ത് ലീഗ് ഈ പദയാത്ര നടത്തിയത്. ഈ പദയാത്ര നടത്താൻ യൂത്ത് ലീഗിനെ പ്രചോദിപ്പിച്ചത് കേരളത്തിലെ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ലക്ഷോപലക്ഷം യുവാക്കളോടുള്ള പ്രതിബദ്ധതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എത്ര വർഷങ്ങളായി PSCയിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള യുവാക്കൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഒരു ജോലിക്ക് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്ത് കാത്ത് കെട്ടിക്കിടക്കുന്ന യുവാക്കളെ കുറിച്ച് നമുക്ക് അറിയാം. ചില ആളുകൾ ഇപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 8ാം ക്ലാസ് പാസ്സായത് തൊട്ട് പേര് രജിസ്റ്റർ ചെയ്യാം. 8ാം ക്ലാസ് ഒരാൾ പാസ്സാവുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ജോലിക്ക് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്ത. അപ്പോൾ 8ാം ക്ലാസ് പാസ്സായി പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തതാണ്. 56 വയസ്സ് മറ്റോ ആയി. ഇനി അയാൾക്ക് ജോലി കിട്ടണമെങ്കിൽ 1 മാസത്തിനുള്ളിൽ ജോലി കിട്ടണം. അപ്പൊ പേര് രജിസ്റ്റർ ചെയ്ത് ജോലി കിട്ടാതെ ഇങ്ങനെ അവസാനം ഒരു പ്രതീക്ഷയുമില്ലാതെ ജോലി കിട്ടാതെ റിട്ടയർ ആയിട്ടുള്ള കുറെ ആളുകൾ. സാധാരണ ജോലി കിട്ടിയതിന് ശേഷമാണ് റിട്ടയർ ആവുക. ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് ജോലി കിട്ടാതെ റിട്ടയർ ചെയ്യുന്ന എത്രയോ ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത്, അതും നമ്മുടെ കാസർഗോഡ് ജില്ലയിലും ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ശ്രീ ബാലകൃഷ്ണൻ പെരിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്വന്തം പാർട്ടിക്കാരെ, സ്വന്തം കുടുംബക്കാരെ, MLA-മാരുടെ ഭാര്യമാരെയോ ഒക്കെ സർക്കാർ സർവീസിൽ സ്ഥിരമായി ഈ സർക്കാർ നിയമിച്ചത്. അത് ഈ സംസ്ഥാനത്ത് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന, തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്ന യുവാക്കളോടുള്ള കടുത്ത വഞ്ചനയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അത്തരം അനീതിക്കെതിരെയാണ് കേരളത്തിലെ ലക്ഷോപലക്ഷം യുവാക്കൾക്ക് വേണ്ടി, യുവതികൾക്ക് വേണ്ടിയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ പദയാത്ര സംഘടിപ്പിച്ചത് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ സന്ദേശം തീർച്ചയായും ഈ കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെയും നമ്മുടെ പ്രാന്ത പ്രദേശങ്ങളിലെയും ഒക്കെ ജനങ്ങൾ ഇതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കൊടും വഞ്ചന ചെയ്ത ആളുകളോടുള്ള പ്രതികാരം തീർച്ചയായും തീർക്കാൻ കേരളം ഒരുങ്ങിയിരിക്കുകയാണ്. ഏപ്രിൽ 6-ാം തീയതി ആ പ്രതികാരം കേരളത്തിലെ ജനങ്ങൾ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഏപ്രിൽ 6 ഒരുപക്ഷെ കേരളത്തിലെ അവസാനത്തെ LDF-ന്റെ CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതുന്ന ഒരു ദിവസമായിരിക്കും ഏപ്രിൽ 6 എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ജനങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ കാസർഗോഡ് നിയോജക മണ്ഡലം ഭാരവാഹികളെയും അതുപോലെ തന്നെ ഈ പദയാത്രയിൽ പങ്കെടുത്ത യൂത്ത് ലീഗിന്റെ കർമ്മോത്സുകരായ ആത്മാർത്ഥതയുള്ള പ്രവർത്തകന്മാരെയും അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ പദയാത്ര സംഘടിപ്പിക്കുവാൻ എല്ലാവിധ സഹായ സഹകരണവും ചെയ്ത മുസ്ലിം ലീഗിന്റെ മണ്ഡലം ജില്ലാ ഭാരവാഹികളെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹികളോടും ഒക്കെയുള്ള കടപ്പാട് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഇനിയുള്ള നാളുകളിൽ വിശ്രമമില്ലാത്ത പ്രവർത്തനം നടത്തി കേരളത്തെ രക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും യോജിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പദയാത്ര എല്ലാവിധ പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ പദയാത്ര നടത്തിയ കാസർഗോഡ് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സമാപന സമ്മേളനം വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് മുസ്ലിം യൂത്ത് ലീഗ്. ജാഥാ നായകന്മാരെയും അതിൻ്റെ ഉപനായകന്മാരെയും സ്ഥിരാംഗങ്ങളെയും ഒക്കെ മുസ്ലിം ലീഗിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാവർക്കും വീട്ടിലെത്തേണ്ട ഒരാവശ്യം നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട്.
ഉച്ചയ്ക്ക് ശേഷം 6 കിലോമീറ്ററാണ് നിങ്ങൾ നടന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ വിഷമമുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ പരിപാടി ചുരുക്കുകയാണ്. ഈ ബദിയടുക്കയുടെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യം, നേരത്തെ ഇവിടെ മുൻ പ്രാസംഗികൻ ബാലകൃഷ്ണ പെരിയ പറഞ്ഞതുപോലെ ഇവിടെ കാസർഗോഡിന്റെ മണ്ണിൽ, പ്രത്യേകിച്ച് ബദിയടുക്കയുടെ മണ്ണിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് അവിടെ മാന്യമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പും ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ എതിർക്കുന്നത്, ഞങ്ങൾക്ക് പരാജയപ്പെടുത്തേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് കാസർഗോഡ് മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ബദിയടുക്ക പോലെയുള്ള പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും BJP-യും തമ്മിലാണ് മത്സരം. അതുകൊണ്ട് BJP-യെ പരാജയപ്പെടുത്താനാണ് ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിച്ചത്. ആ സമയത്ത് ചില ആളുകൾ, CPM-ന്റെ ആളുകളും മുസ്ലിം കേന്ദ്രങ്ങളിൽ പോയി, പോക്കറ്റിൽ പോയി അവർ പറഞ്ഞത്, BJP-യെ വരാതിരിക്കാൻ ഞങ്ങൾക്കൊരു വോട്ട് നൽകണം, ഞങ്ങൾ ജയിച്ചാൽ BJP-ക്കെതിരെ വോട്ട് ചെയ്യും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഞങ്ങളെ ചില വാർഡുകൾ ഞങ്ങൾ പരാജയപ്പെട്ടു, സമ്മതിക്കുന്നു. രാഷ്ട്രീയമായി ഞങ്ങൾ സമ്മതിക്കുന്നു. അങ്ങനെ ചില വാർഡുകൾ പരാജയപ്പെടുത്ത സ്ഥലത്ത് ഞങ്ങളെ പിറകിൽ നിന്ന് കുത്തി, ചെവിക്ക് പിടിച്ചും ഞങ്ങളെ പരാജയപ്പെടുത്തിയ ചില സ്ഥലത്തിലെ ആളുകളെ ഞങ്ങൾ BJP വരാതിരിക്കാൻ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് അംഗം ആ BJP-യെ ഒഴിവാക്കാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് വോട്ട് ചെയ്ത് BJP-യെ മാറ്റി നിർത്തിയ പാരമ്പര്യവും ചരിത്രവുമാണ് മുസ്ലിം ലീഗിനുള്ളത്. ഇതേ പഞ്ചായത്തിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ 4 മെമ്പർമാരുള്ള സ്ഥലത്ത് 2 BJP-യും 1 സ്വതന്ത്രനും 1 മുസ്ലിം ലീഗ് മെമ്പറും അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വിജയിച്ചപ്പോ 2 BJP മെമ്പറുള്ള ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJP സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആദരിക്കാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്വതന്ത്രനെ പിന്താങ്ങിക്കൊണ്ട് അവിടെ മാതൃക കാണിച്ചു. അത് മുസ്ലിം ലീഗിന്റെ പാരമ്പര്യമാണ്. ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്ന് തന്നെയാണ്. ഞാൻ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി, കാസർഗോഡ് ജില്ലയിൽ മുഖ്യ വിഷയമായി വരുന്നത് ഈ ജില്ലയിൽ ആരോഗ്യ പ്രശ്നമാണ്. ഈ ജില്ലയിലെ ഏറ്റവും വലിയ ജനങ്ങളുടെ ആവശ്യം ഈ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന ആശയമാണ്. 2013-ൽ അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ MLA എന്നെ നെല്ലിക്കുന്ന നേതൃത്വത്തിൽ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചതിന്റെ പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം ആ മെഡിക്കൽ കോളേജിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചു. അതിന് മറുപടി പറയാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല കാസർഗോഡ് ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, UDF അധികാരത്തിൽ വന്നാൽ ആദ്യമായി ഞങ്ങൾ ഏറ്റെടുക്കുന്നത് കാസർഗോട്ടെ മെഡിക്കൽ കോളേജ് ആയിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ വോട്ടുകൾ കാസർഗോട്ടെ ജനങ്ങൾക്ക് വേണ്ടി, കാസർഗോട്ടെ ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ജാഥാ നായകന്മാരെയും മറ്റുള്ള ആളുകളെയും ആരാപ്പണം അർപ്പിക്കുന്ന പരിപാടിയാണ് അടുത്തത്. അതിനുവേണ്ടി അൻവറിനെ ക്ഷണിക്കുന്നു. കൊടി നേടി ഒരു മോനെ മുസ്ലിം ലീഗ് ഒരു സ്നേഹപ്പൂവാടി. കൊടി കൊടി പച്ച പൊൻകൊടി, കൊടി പറന്നു ലക്ഷ്യം തേടി. കൊടിയും ഇന്നേറെ പ്രഭ ചൂടിയേ.
മുസ്ലിം ലീഗിൻ്റെ സമന്വിതരായ നേതാക്കളെ, ഈ പദയാത്രയിൽ രാവിലെ വെള്ളൂർ പഞ്ചായത്തിലെ പള്ളപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് കുമ്പടാജ പഞ്ചായത്ത്, ബദിയടുക്ക പഞ്ചായത്തിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഈ ബദിയടുക്ക ടൗണിൽ ഇന്നത്തെ ദിവസത്തെ സമാപന പരിപാടിയിലാണ് സംബന്ധിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ സമന്വിതരായ മുഴുവൻ നേതാക്കളും UDF-ൻ്റെ, കോൺഗ്രസിൻ്റെ അടക്കമുള്ള നേതാക്കൾ നമ്മുടെ ഈ പദയാത്രയെ ഓരോ സ്ഥലങ്ങളിൽ ആശീർവദിക്കുകയും നമ്മൾ കടന്നു വരുന്ന വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ LDF സർക്കാരിനെതിരെയായിട്ടുള്ള ജനങ്ങളുടെ വികാരം നമുക്ക് കാണാൻ സാധിച്ചു. ആപാലവൃദ്ധ ജനങ്ങൾ LDF സർക്കാരിനെതിരെ ഉള്ള യുവജന കുറ്റപത്രവുമായി നമ്മൾ മുമ്പോട്ട് പോയപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 6-ാം തീയതി നമ്മുടെ പിണറായി സർക്കാർ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള ജനദ്രോഹ നടപടികൾ, നരേന്ദ്രമോദി സർക്കാർ നേതൃത്വം നടത്തിയിട്ടുള്ള ജനവിരുദ്ധ നടപടികൾ, അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ജനഹിതം പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പദയാത്രയിൽ ബദിയടുക്ക പഞ്ചായത്ത് കമ്മിറ്റി, മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ സമാപന സമ്മേളനത്തിൽ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് 1000 കാസർഗോഡ് നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.